നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ വാത്സല്യ സഹോദരങ്ങളെയും വന്ദനം ചെയ്യുന്നു. വിശിഷ്യ നമ്മുടെ നടുവിലായിരിക്കുന്ന ദൈവവൃത്യന്മാരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ ആരെങ്കിലും പുതുതായി നമ്മുടെ നടുവിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം. കർത്താവ് നമ്മയെല്ലാം സഹായിക്കട്ടെ. തൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവവചന സത്യങ്ങൾ ഗ്രഹിക്കുവാനും തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് തുടർന്നും ചിന്തിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നൊരു ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ ചിന്തിച്ച് മുന്നോട്ട് പോയത്. അങ്ങനെ ആ കാര്യങ്ങളെ കുറേ നാളുകളായി നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പല കാര്യങ്ങളും അതിനെല്ലാം ആധാരമായി നമ്മൾ തുടക്കത്തിലെടുത്ത ഭാഗമെന്ന് പറയുന്നത് ഫിലിപ്പി ലേഖനത്തിൻ്റെ 1-ാം അധ്യായവും 3-ാം അധ്യായവും ഈ 2 അധ്യായത്തെ ഇങ്ങനെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ആ കാര്യങ്ങളെ പതിയെ പറഞ്ഞു തുടങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഈ വിഷയത്തിൻ്റെ ഒരു ചുരുൾ പതിയെ അഴിക്കാനായിട്ട് പരിശ്രമിച്ചത്. അതങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്ന കാലത്താണ് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്ന് നമ്മളൊന്ന് പുറത്തു പോയത്. അത് ഒന്ന് പര്യവസാനിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വന്ന് ഇതേ കാര്യം തന്നെ തുടരുകയായിരുന്നു. അങ്ങനെ തുടരാൻ നേരത്ത് വീണ്ടും നമ്മൾ പ്രസിദ്ധനായൊരു ശുശ്രൂഷകൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പുറത്തെടുത്ത് എല്ലാവരും ഒന്ന് കേൾക്കുകയായിരുന്നു. നമുക്ക് അത്യാവശ്യം പ്രോസ്പെരിറ്റിയൊക്കെ ആവശ്യമാണ്, നമ്മൾ ഉയർച്ചയൊക്കെ പ്രാപിക്കേണ്ടവരാണ്. അതായത് എല്ലാം ഭൗതികമായ കാര്യമാണ് ഈ പറഞ്ഞത്. ഈ ലോകത്തിലെ കാര്യങ്ങളിലെല്ലാം നമ്മൾ സജീവമായിരിക്കുമ്പോൾ തന്നെ നിത്യതയുടെ കാര്യവും ശ്രദ്ധിക്കണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അതിൻ്റെ വിശകലനങ്ങളിലേക്ക് കടക്കാനായി നമ്മൾ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ ചില അധ്യായങ്ങളും പിന്നീട് 1 തിമോഥെയോസ് 6-ാം അധ്യായവും പിന്നെ സുവിശേഷങ്ങളിലും ഒക്കെ കടന്നുപോയി ഇങ്ങനെ ചില ആഴ്ചകൾ മുൻപോട്ട് വരികയായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന ഒരു വചന ശുശ്രൂഷയുടെ ഒരു മെത്തേഡല്ല. ചില കാര്യങ്ങളൊക്കെ വളരെ തുറന്നു പറയുകയും എന്ന് വെച്ചാൽ ഇത്തിരി ഗൗരവമായി കാര്യങ്ങളെ നമ്മൾ ഇങ്ങനെ പ്രസ്താവിച്ചു പോകുമ്പോൾ ചില മനുഷ്യർക്കത് സന്തോഷമാണെങ്കിലും ചിലർക്കൊക്കെ അത് അലോസരം ഉണ്ടാക്കും. അവർ നമ്മളുടെ വീഡിയോകളുടെ അടിയിലൊക്കെ കമൻസൊക്കെ എഴുതും, അല്ലെങ്കിൽ വേറെ പല രീതിയിലും അവർ അവരുടെ ആ നീരസങ്ങൾ പ്രകടിപ്പിക്കും. പക്ഷെ അതിന് നമ്മൾ വലിയ ഗൗരവം കൊടുക്കുന്നില്ല. നമ്മുടെ ഉദ്ദേശം എന്തെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. അതായത് തെറ്റായ അടിസ്ഥാനങ്ങളുടെ മീതെ ഒരു വലിയ കെട്ടിടം പണിയാനായിട്ട് സാധ്യമല്ല. അത് സഹോദരങ്ങൾ ആദ്യം മനസ്സിലാക്കണം. തെറ്റായ അടിസ്ഥാനങ്ങളുടെ മീതെ ഒരു കെട്ടിടം പണിയാൻ സാധ്യമല്ല. അതുകൊണ്ട് ചില അടിസ്ഥാനങ്ങളൊക്കെ ഇടിക്കേണ്ടി വരും. ചില പഠിപ്പിക്കലുകളും ചില ചിന്താഗതികളും ഒക്കെ തകർത്ത് കളഞ്ഞിട്ട് മാത്രമേ നമുക്ക് ആഴത്തിൽ കുഴിച്ച് നല്ലൊരു അടിസ്ഥാനമിട്ട് അതിന് മീതെ ഒരു പണി പണിയാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പല സങ്കല്പങ്ങളെ ഉടയ്ക്കേണ്ടതുണ്ട്. അതാണ് എല്ലാ കാലത്തും കർത്താവിൻ്റെ അഭിഷിക്തന്മാർ ചെയ്ത ശുശ്രൂഷകളുടെ രീതി. ചിലരത് ഉടച്ചിട്ടങ്ങ് പോകും. അങ്ങനെയല്ല. യിരെമ്യാവിനോട് പറഞ്ഞ പോലെ പൊളിപ്പാനും നിർമൂലമാക്കാനും മാത്രമല്ല, പണിയാനുള്ള അധികാരവും കൂടെയാണ്. നമ്മളിവിടെ വിശുദ്ധന്മാരുടെ പണിക്ക് വേണ്ടി ഒത്തുകൂടിയിരിക്കുന്ന ഒരിടമല്ലേ ഇത്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണമെന്നുള്ള ആ വലിയ ചിന്ത എല്ലാ കാലത്തും നമ്മെ ഭരിക്കുന്നതാണ്. അത് നമ്മളെപ്പോഴും പറയാറുണ്ട്. നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം എങ്ങനെയോ അങ്ങനെയല്ല അവസാനം ശോഭയുള്ളതായി തീരണം, ഏറ്റവും മനോഹരമായി തീരണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ചില സഹോദരങ്ങൾക്ക് അത് ചിലപ്പോൾ വിഷമം ഉണ്ടാക്കും. അങ്ങനെ വിഷമം ഉണ്ടാക്കുവാൻ കാരണം എന്ന് വെച്ചാൽ ഈ സാറ്റർഡേ മീറ്റിംഗ് കഴിഞ്ഞ് പിന്നീടുള്ള പല മീറ്റിങ്ങുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളും കുറച്ചുകൂടെ ഗൗരവത്തിലൊക്കെ ഞാൻ പല കാര്യങ്ങളും പറയാറുണ്ട്. ആ മെസ്സേജുകളൊക്കെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് കേൾക്കുമ്പോൾ എല്ലാത്തിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന ചിന്തകൾ മനുഷ്യരെ ഭരിക്കും. അതിനെല്ലാം ഞാനൊരു മറുപടി പറഞ്ഞ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇങ്ങനെ പല വീഡിയോസ് കാണിക്കുകയും പല കാര്യങ്ങളെ തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം മരണാനന്തര ജീവിതം എന്ന് പറയുന്നൊരു കാര്യപരിപാടിയുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പ്രസംഗിക്കില്ല, യൂട്യൂബിൽ ഒരു മെസ്സേജ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നില്ല,
അല്ല ഈ സൂമിൽ ഇങ്ങനെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി പ്രസംഗിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? അങ്ങനെയൊന്നുമില്ല. സാവകാശം കെട്ടി എവിടെയെങ്കിലുമൊക്കെ പോയി പ്രസംഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അടുക്ക വരുന്നവരോട് പ്രസംഗിക്കാം. ഇത്ര റിസ്ക് എടുത്തിട്ട് ഹൈ റിസ്കിലുള്ള പ്രസംഗങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പറഞ്ഞ് മനസ്സിലായില്ലേ? മരണാനന്തര ഒരു ജീവിതമുണ്ട്. സകല ആളുകളും കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ, അത് വ്യത്യസ്ത നിലയിൽ അത് പറയേണ്ടതുണ്ട്. അപ്പോൾ ആ സിംഹാസനത്തിന് മുമ്പാകെ എത്തപ്പെടേണ്ടതാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് സകല കാര്യങ്ങളും തൂക്കി നോക്കും, സകല കാര്യങ്ങളും തൂക്കി നോക്കും എന്നുള്ളതാണ് നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു വാക്യം എൻ്റെ ഉള്ളിൽ ഓടിക്കതച്ചു വന്നു. പഴയ നിയമ കാലഘട്ടത്തിലെ ഒരു പ്രവാചകനായ യെഹസ്കേൽ പറഞ്ഞ കാര്യമാണ്. യെഹസ്കേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. യെസക്കിയേൽ ചാപ്റ്റർ 22 വേഴ്സ് 14. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. അതെ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായി ഞാനത് അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ അരുളി ചെയ്യുക മാത്രമല്ല, ഞാൻ നിവർത്തിക്കുന്ന ദൈവമാണ്, ന്യായം വിധിക്കുന്ന ദൈവമാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് മറ്റൊരു സങ്കീർത്തനത്തിലേക്ക് പോവുകയായിരുന്നെങ്കിൽ, പോകുന്നില്ല, അവിടെ എഴുതിയിരിക്കുന്നത് ഈ ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ നിന്ന് വിറച്ചെന്നാണ്, നിൽക്കാൻ കഴിഞ്ഞില്ലെന്ന്. പർവ്വതങ്ങൾ നിന്ന് വിറച്ചു. അങ്ങനെ ആ മഹത്വ സിംഹാസനത്തിന് മുമ്പാകെ മനുഷ്യൻ എത്തപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? നിൽക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ഇനി ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ തത്തുല്യമായൊരു വാക്യമുണ്ട്. ആ വാക്യമൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധ്യമല്ല. അതായത് വെള്ള സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കാൻ കെൽപ്പുള്ള ഒരു മനുഷ്യനും മനുഷ്യകുലത്തിലില്ല. അത്ര ഭയാനകമായ ന്യായവിധിയായിരിക്കും, അത്ര ഭയാനകമായ ന്യായവിധിയായിരിക്കും അത്. ഈ കാരണങ്ങൾ നമുക്ക് അറിയാം. ഇനി അടുത്തത് വിശുദ്ധന്മാർ വരുന്ന ന്യായാസനമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെയാണ് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ വരുന്നത്. അതും അത്ര ഈസി ആയിട്ടാണ് പലരും കാണുന്നത്. അങ്ങനെയൊന്നും കാണല്ലേ, അങ്ങനെയൊന്നും കാണരുത്. നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആ സെക്കൻഡ് മുതൽ നമ്മുടെ മരണമെന്നോ അവിടം വരെയുള്ള സമസ്ത കാര്യങ്ങളും ആ സിംഹാസനത്തിന് മുമ്പാകെ ഡീകോഡ് ചെയ്യപ്പെടും. ബ്ലാക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമെന്ന്. എല്ലാം വെളുത്ത് തുടുത്ത് സുന്ദരന്മാർ സുന്ദരികളൊക്കെ ആയിരിക്കും, പക്ഷെ കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. കൊടുങ്കാറ്റടിക്കുമ്പോഴും പെരുമഴ പെയ്യുമ്പോഴും എന്നൊക്കെ സംഭവിച്ചാലും ഏതൊരു ക്ലൈമറ്റിലും എല്ലാം ബ്ലാക്ക് ബോക്സിലുണ്ട്. സൗരങ്ങളെ എല്ലാം A to Z അവിടെ വെളിപ്പെടുത്തും. A to Z. ഇപ്പോൾ പലരും ചിന്തിക്കായിരിക്കും, അയ്യോ പഴയ കാലത്ത് അങ്ങനെയായിരുന്നല്ലോ ഇങ്ങനെയായിരുന്നല്ലോ. അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഞാൻ ഗ്യാരണ്ടി തരാം, ഉറപ്പ് തരാം. ആ കാലത്തെ ഒരു കാര്യങ്ങളും ഫയൽ തുറക്കത്തില്ല. അതെല്ലാം ആഴിയുടെ അഗാധതയിൽ ഇട്ട് കളഞ്ഞു കഴിഞ്ഞു. ഇനി അതോർത്തൊന്നും ടെൻഷൻ അടിച്ചിരിക്കേണ്ട. കുറച്ച് സമയം നമ്മൾ ഇരിക്കുന്നുള്ളൂ. ആ സമയം സന്തോഷത്തോടെ ഇരിക്കുക. പക്ഷെ ഇപ്പോൾ വായിച്ച വാക്യം, ആ വാക്യമുണ്ടല്ലോ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിൻ്റെ കരം ബലപ്പെട്ടിരിക്കുമോ? മറ്റൊരു വാക്യത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ കാല് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ആ വാക്യങ്ങളെല്ലാം എടുത്ത് സമയം പോവും. അപ്പോൾ കാലും കരമൊക്കെ ചോദിക്കുന്നുണ്ട് ഉറച്ചു നിൽക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഈ പറയപ്പെട്ട നിലയിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വിശുദ്ധന്മാർ, നിങ്ങളും ഞാനും, നാം എല്ലാം നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോടെ വെളിപ്പെട്ട് വരും. അതായത് അതിനുള്ള വാക്യമാണല്ലോ 2 കൊരിന്ത്യർ ലേഖനം 5-10 വാക്യം. അങ്ങനെ അവിടെ കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട്. ഈ ശരീരത്തിൽ നമ്മൾ വസിച്ചിരുന്ന കാലത്ത് ചിന്തിച്ചതും പറഞ്ഞതും പിന്നെ കൊടുത്തതും വാങ്ങിയതും എല്ലാ ഇടപാടുകളും, സകല ഇടപാടുകളും, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു വാക്യമാണ്. പക്ഷെ പെട്ടെന്ന് വായിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും എന്നൊന്നും പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് പിടികിട്ടില്ല. അതിൻ്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത്. ഈ മൺകൂടാരമാകുന്ന നമ്മുടെ ഈ ഭവനത്തിൽ നമ്മൾ പാർത്തുകൊണ്ട് ഈ ഭൂമിയിൽ 70 ഏറിയാൽ 80 സഞ്ചരിച്ചല്ലോ. അതിൽ 70 ഏറിയാൽ 80 ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു അപ്പച്ചൻ മരിച്ചു. അദ്ദേഹത്തിനൊക്കെ ഒത്തിരി സമയം കിട്ടി, 100 ഒക്കെ കിട്ടി. നമ്മളെ സംബന്ധിച്ചൊന്നും അതൊന്നും എനിക്ക് തോന്നുന്നില്ല പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന്. അതൊക്കെ എത്രയോ താഴെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ 30-ാമത്തെ വയസ്സിലാണ് വിശ്വാസ വഴി കണ്ടെത്തിയത്. അവിടെ മുതൽ
പിന്നെ എപ്പോഴാണോ തിരിച്ചു വിളിക്കുന്നത് ആ സമയം വരെ ഉള്ളത് ഒരു ചെറിയ കാലയളവ്, അത്ര വലിയ കാലയളവൊന്നുമല്ല. അപ്പോൾ ഈ കാലയളവിൽ ജീവിച്ച ജീവിതം അവിടെ വെളിപ്പെട്ട് വരും, നിശ്ചയമായും വെളിപ്പെട്ട് വരും. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് സഹോദരങ്ങളെ കർശനമായി ദൈവവചനം പ്രസംഗിക്കുന്നത്. അപ്പോൾ ബഹുഭൂരിപക്ഷം പേർക്കും അത് താല്പര്യപ്പെടുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് നമുക്കും അറിയാം. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ട്. ബഹുശതം മലയാളികൾക്ക് ഇത്തരം പ്രസംഗങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ ഇനി ഒരു ഉപവാസ പ്രാർത്ഥനയൊന്നും വെക്കേണ്ട കാര്യമില്ല. പച്ചയ്ക്കങ്ങ് പറയാം, ഈ പ്രസംഗമൊന്നും അങ്ങനെ കോമൺ മലയാളികൾക്ക് ഇഷ്ടപ്പെടില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രസംഗിക്കുന്നത്. അതായത് അത്തരക്കാർക്ക് വേണ്ടിയല്ല നമ്മൾ പ്രസംഗിക്കുന്നത്. ഏതെങ്കിലും ഒരുവന് വല്ല പ്രകാരത്തിലും എനിക്ക് ആ വെള്ളസിംഹാസനത്തിൽ നിന്ന് തെറ്റി ഒഴിയണം, എനിക്ക് ആ ഭയാനക ന്യായവിധിയിലേക്ക് പോകണ്ട എന്ന എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ, ഒരു സത്യാന്വേഷണം ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ, അത്തരക്കാർക്ക് വേണ്ടിയാണ് ഇത് തുറന്നു വെച്ചിരിക്കുന്നത്. അവർക്ക് മസ്റ്റ് വെൽക്കം. അപ്പോൾ അല്ലാത്തവർക്കോ നിങ്ങൾക്കും വരാം, ചാരുബെഞ്ചിൽ ഇരുന്ന് പയ്യെ കേട്ടിട്ട് ബോറടിക്കുകയാണെങ്കിൽ സ്ഥലം കാലിയാക്കുക, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് തുടർന്നും അങ്ങനെ തന്നെ. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുമല്ലോ മെസ്സേജ്, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കുകയാണെങ്കിൽ അവിടെ നിർത്തണം. പിന്നെ എന്തിനാണ് കേൾക്കുന്നത്? കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഘനമേറിയ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറഞ്ഞു വരും. അപ്പോൾ സഹോദരങ്ങളെ, 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയത്. കഴിഞ്ഞ 2 ആഴ്ച അങ്ങനെ പറഞ്ഞു പോയി. ആ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോയതിൽ വളരെ ഹൃദയഭേദകമായൊരു വാക്യം, ഈ പുസ്തകത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. അങ്ങനെ ഒരു വാക്യം ഇതിനകത്ത് എഴുതി ചേർക്കേണ്ട കാര്യമില്ലായിരുന്നെന്ന്, ഉന്മാനം ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്നൊക്കെയുള്ള വാക്യങ്ങൾ, അതൊന്നും ഒരു പ്രോത്സാഹജനകമായ വാക്യങ്ങളല്ല. നമ്മൾ യേശുക്രിസ്തുവിനെ കണ്ടെത്തി ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ ഒരു വച്ചടി കയറ്റമാണ് ആഗ്രഹിക്കുന്നത്, ഒരു ഉന്നമനമാണ്, ഒരു ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഭൗതികമായിട്ട്. അങ്ങനെ ഭൗതികമായി നല്ല നിലയിൽ ഇങ്ങനെ ഫ്ലറീഷ് ചെയ്യപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള വാക്യം കണ്ണിൽപ്പെടുകയാണ്. 1 തിമോത്തിയോസ് 6-8 വാക്യം, ഉന്മാനം ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. അങ്ങനത്തെ വാക്യമൊക്കെ നെഗറ്റീവ് വാക്യങ്ങളല്ലേ? അത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്നൊന്നുമല്ല, ആണോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല പോസിറ്റീവ് എനർജിയൊക്കെ അത് വായിച്ചാൽ കിട്ടുമെന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതെന്താ, എനിക്കതൊക്കെ വായിക്കുമ്പോൾ പോസിറ്റീവ് എനർജിയാണെന്ന്. കാരണം മുന്നറിയിപ്പുകളല്ലേ അത്. ഈ വഴിയാത്രയിൽ ഒരു ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിനിടയിൽ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ വേഗം ഓട്ടമോടാം. ഭാരം കൂടിക്കഴിഞ്ഞാൽ ഓട്ടത്തിന് വേഗം കുറയും. ഓട്ടക്കളത്തിൽ ഓടുന്നവർ ഒത്തിരി പേരുണ്ടെങ്കിലും ബിരുദ് പ്രാപിക്കുന്നവൻ ഒരുവനെന്ന് എഴുതിയിരിക്കുന്നത്. ബിരുദ് പ്രാപിക്കണമെങ്കിൽ ഒത്തിരി ഭാണ്ഡക്കെട്ടുമായിട്ട് ഓടിക്കഴിഞ്ഞാൽ കിതച്ച് നിൽക്കും. ഭാണ്ഡക്കെട്ടുമായിട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നല്ലോ, അതായത് ഒരു ബുക്കുണ്ടായിരുന്നു, പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു ബുക്ക്. അതിന് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണണം. വായിക്കാൻ പറ്റിയ വായിക്കണം. വായനാശീലം ഇല്ലെന്നറിയാം, അത് ഇത്തിരി വലിയ ബാലികേറാമലയാന്ന് എനിക്കറിയാം. എങ്കിലും ചുമ്മാ അങ്ങ് പറഞ്ഞതാ, ഒരു വെടിയങ്ങ് വെച്ചതാ, കൊള്ളട്ടെ എന്നോർത്ത്. വായനാശീലം നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ ഇല്ല. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വരുന്ന കാലത്ത് ധാരാളം വായിക്കുമായിരുന്നു. എവിടെ കൺവെൻഷന് പോയാലും അവിടെ ബുക്ക് സ്റ്റോൾ ഉണ്ടോ എന്ന് നോക്കും. അവിടെ പാട്ടൊക്കെ ഇങ്ങനെ പാടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ പരതി കിടക്കും ബുക്ക് സ്റ്റോൾ ഉണ്ടോയെന്ന്. എന്തിനാ? ബുക്കുകൾ മേടിക്കാൻ. അപ്പോൾ അങ്ങനെ ബുക്കുകളൊക്കെ മേടിച്ച് ആ ബുക്കുകളൊക്കെ ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അന്നൊക്കെ കിട്ടിയ ഒത്തിരി അറിവുകളും അടിസ്ഥാനങ്ങളും ഒക്കെ ഇന്ന് വലിയ പ്രയോജനമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഗൂഗിളിലുണ്ടെന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ അവിടെ കിടപ്പുണ്ട്. ഈ കാര്യങ്ങളല്ലല്ലോ നമ്മൾ ഗൂഗിളിൽ അന്വേഷിച്ച് തേടി പോകുന്നത്, നമ്മൾ വേറെ പല കാര്യങ്ങളും അല്ലേ തേടി പോകുന്നത്. അപ്പോൾ ആത്മീയ വിഷയത്തിനല്ലല്ലോ നമ്മൾ അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, പറഞ്ഞു വരുന്നത് ഈ യാത്രയിൽ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടുന്ന കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഭാരം കൂടിക്കഴിഞ്ഞാൽ ഓട്ടം ശരിയാകത്തില്ല. മുൻനിരയിലെത്താനും 1-ാം സ്ഥാനത്തെത്താനും പാകത്തിന് ഓടണമെങ്കിൽ ഭാരങ്ങൾ കുറയ്ക്കണം. മോഹങ്ങളും പിന്നെ ദുർമോഹങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ അങ്ങ് എങ്ങും എത്തില്ല. നീ അങ്ങും ഇങ്ങും നോക്കിയാൽ എങ്ങും എത്തില്ലെന്നാണ് നമ്മുടെ മുട്ടുഅപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത്. പിൻപിലുള്ളതൊക്കെ മറന്ന് മുൻപിലുള്ളതിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്കായി ഓടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പച്ചൻ്റെ ആ പാട്ടൊക്കെ കേട്ട് കോരിത്തിരിച്ചൊരു കൊട്ടാരക്കരക്കാരനുണ്ട്. ആ കൊട്ടാരക്കരക്കാരനും അപ്പച്ചൻ്റെ ഫ്യൂണറലിനൊക്കെ വന്നായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കാനിടയായി. അപ്പച്ചൻ്റെ ആ പാട്ടുണ്ടല്ലോ, നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിടാം വല്ലഭൻ്റെ നല്ല പാത എന്ന് പറഞ്ഞ പാട്ട്, എൻ്റെ അമ്മോ, ബൈബിൾ അങ്ങനെ തന്നെ പകർത്തി വെച്ചിരിക്കുക.
പക്ഷേ പാട്ടങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ആളുകളൊന്നും ആ പാട്ടിനോടൊന്നും ഒരു മര്യാദ പുലർത്തുന്നില്ല. ആ പാട്ട് നമ്മൾ പാടുകയാണെങ്കിൽ പ്രസംഗത്തിലും ആ പാട്ടിൻ്റെ ഉള്ളടക്കം വരണം, ജീവിതത്തിലും അതിൻ്റെ ഉള്ളടക്കം വരണം. അങ്ങും ഇങ്ങും നോക്കിയാൽ എങ്ങും എത്തില്ല. പിൻപിലുള്ളതൊക്കെ ഓർത്തുകൊണ്ട് മിസ്രൈമിൽ ഈരുള്ളി, ചിറ്റുള്ളി, കുമ്പളങ്ങ, മത്തങ്ങ, അവിടെ ഇറച്ചിക്കലം, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞ ഒരുവൻ എവിടെ ഓടിയെത്താനാന്നാ നിങ്ങൾ പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല ഓട്ടം ഒന്നും ശരിയാകുന്നു. ഇറച്ചിക്കലം, പിന്നെ മീൻ, അങ്ങനെ മീൻ എന്നല്ല എഴുതിയിരിക്കുന്നത്, മത്സ്യം എന്നാ കേട്ടോ, നല്ല മലയാളത്തിൽ എഴുതിയിരിക്കും. ഈ വക ചിന്തയൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ വക ചിന്തയൊക്കെ ആയിട്ട് സ്വർഗത്തിലെ ദൈവം ദൈവന്മാരെ ഇത്ര വലിയ രക്ഷയിലേക്ക്, അല്ലേ, ഇത്ര വലിയ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവർ ഈരുള്ളി, ചിറ്റുള്ളി, കുമ്പളങ്ങ, മത്തങ്ങ എന്ന് പറഞ്ഞ് നിരന്തരം ഉപവാസ പ്രാർത്ഥന, കൺവെൻഷൻ, ഉണർവ് യോഗം, അതിലെല്ലാം പ്രധാന പ്രസംഗ വിഷയം ഈരുള്ളി, ചിറ്റുള്ളി, കുമ്പളങ്ങ എങ്ങനെ കിട്ടും, ഒരു വിടുതൽ, ഈരുള്ളിക്കുള്ളൊരു വിടുതൽ, കുമ്പളങ്ങയ്ക്കുള്ളൊരു വിടുതൽ, പിന്നെ ഇറച്ചിക്കലത്തിന് വേണ്ടി ഒരു വിടുതൽ. സഹോദരി, ഭാരപ്പെടണ്ട, നിന്റെ വിഷയങ്ങൾക്കൊരു പരിഹാരമുണ്ട്. ഒരു ഇറച്ചിക്കലമല്ലേ നീ സ്വപ്നം കാണുന്നത്, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അത് അനുവദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ പാവം പിടിച്ച മനുഷ്യരെയല്ല ഇവർ കോരിത്തെരിപ്പിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ന്യായവിധി ഉണ്ടെന്നുള്ളതാണ്. ന്യായവിധിയുണ്ട്, സൂക്ഷിക്കണം. അതുകൊണ്ടാണ് മെസ്സേജുകളിൽ ഇങ്ങനത്തെ സീരിയസ് ആയ പദങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം ഈ 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിലെ ആ വാക്യം കഴിഞ്ഞിട്ട് താഴേക്കുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന സഹോദരങ്ങളെ, ധനികനാകാൻ ആഗ്രഹിക്കുന്നത് അതൊരു നല്ല രീതിയല്ല, അത് അപകടത്തിലേക്ക് പോകും എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ തൊട്ടു താഴെയുള്ള വാക്യത്തിൽ പറയുന്നത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വാക്യങ്ങളൊക്കെ വായിച്ച് പറഞ്ഞു പോയി കഴിയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും വലിയൊരു കൺഫ്യൂഷനും പ്രശ്നങ്ങളും ആകും. ഒത്തിരി പാസ്റ്റർമാർ അങ്ങനെയല്ല പറയുന്നത്, എങ്കിലും ഈ ഒരു പാസ്റ്റർ ഇത്രയും കനത്തിൽ പറയുമ്പോൾ നീ വല്ല കാര്യമുണ്ടോ അതിനകത്ത്? അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെയുള്ളൊരു ചിന്ത എല്ലാവരെയും അലട്ടും. അതിനുള്ള മറുപടി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. നമ്മൾ അതിനുള്ള മറുപടി പറഞ്ഞതിന് ഒരു വാക്യോടെ വായിച്ച് അതിനൊരു സപ്പോർട്ട് ആയിക്കോട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ആദ്യം ഒന്ന് വായിക്കുക. 20-21 കൂടെ ചേർത്ത് വായിച്ച് 20-21 കൂടെ ചേർത്ത് വായിച്ച്. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചുകൊള്ളട്ടെ. നീ ദാസനായി വിളിക്കപ്പെട്ടുവോ, വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. അപ്പോൾ ഈ 20-ാം വാക്യം തുടങ്ങുന്നത് പിന്നെ ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ എന്നാണ്. ഇത് ആ കാലഘട്ടത്തിലെ അടിമ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടാണ് ഈ വാക്യം വരുന്നത്. ആ കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ. ഒരു സഭയിൽ തന്നെ യജമാനനും അടിമയുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പായലിരിക്കുന്നത്. നമ്മളിത് മുന്നമേ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഈ സന്ദർഭത്തിന് യോജിക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്. കർത്തൃമേശയൊക്കെ വരുമ്പോൾ അപ്പോൾ ഇങ്ങനെ മുന്നിലൂടെ പോകുമ്പോൾ യജമാനൻ ആദ്യം അതിൽ നിന്നൊരു ഭാഗം എടുക്കുന്നു. അത് കഴിഞ്ഞത് നമ്മുടെ ബ്രദർ അടിമയ്ക്ക് പേരൊക്കെ ഉണ്ട്, പക്ഷേ അടിമയ്ക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ വിളിക്കാറില്ലല്ലോ. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ ബ്രദർ അടിമയ്ക്ക് അത് പാസ് ചെയ്യുന്നു. അദ്ദേഹം അതിൽ നിന്നെടുത്ത് ഭക്ഷിക്കുന്നു. തങ്ങൾ ഒരപ്പത്തിൻ്റെ അംശികൾ എന്നുള്ള നിലയിൽ ഒരു പാത്രത്തിൽ നിന്ന് ആ ഒരപ്പത്തിൻ്റെ ഭാഗം തന്നെ ഇങ്ങനെ ഭക്ഷിക്കുന്നു. അതങ്ങനെ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ആ പാനപാത്രം വരികയാണ്. പാനപാത്രം ഇങ്ങനെ വന്നപ്പോൾ ആദ്യം അടിമയുടെ അടുത്തൂടെ വന്നു. അടിമ അതിൽ നിന്ന് അല്പം കുടിച്ചു. പിന്നീട് നമ്മുടെ പ്രിയങ്കരനായ യജമാനൻ അത് കൊടുക്കുന്നു ഒരു പാത്രത്തിൽ നിന്നേ. അങ്ങനെ യജമാനനും അത് കുടിക്കുന്നു. അങ്ങനെ അവർ മുഴു ലോകത്തോടും ഡിക്ലെയർ ചെയ്യുകയാണ്, ഈ ഒരു പാനപാത്രത്തിന് തങ്ങൾ ഇരുവരും അംശികളായി തീരുമ്പോൾ ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നത്രേ. ഇപ്പോൾ ആ കൂട്ടായ്മയിൽ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. ഇനി അവർ രണ്ടുപേരെ എടുത്ത് പറയുകയാണെങ്കിൽ ഇവർ ഇരുവരും രണ്ടായിട്ട് അവിടെ വന്നെങ്കിലും ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നത്രേ എന്ന കാര്യം അവർ വിളിച്ചു പറയുകയാണ്. ഞങ്ങൾ ഒന്നാണ്. ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോഴും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോഴും. ആ അപ്പം അവരുടെ മുമ്പാകെ കൊണ്ടുവരുമ്പോൾ അവർ തന്നെയാണ് അതിൽ നിന്ന് ഇങ്ങനെ അല്പം എടുത്ത് അത് ഭക്ഷിക്കുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ നുറുക്കി എടുക്കുകയാണല്ലോ. അങ്ങനെ അവരവരുടെ വായിൽ വെച്ച് അത് ഭക്ഷിക്കുകയാണല്ലോ, ഒരു ചെറിയ പീസ്. അതേസമയം നമ്മുടെ നാട്ടിൽ ഈ തിരുവനന്തപുരം സൈഡിൽ, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ, അതിനപ്പുറമുള്ള തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലെ ഈ ഭാഗങ്ങളിലൊക്കെ ശുശ്രൂഷകനാണ് ഇത് മുറിച്ച് ഈ വിശ്വാസിയുടെ കയ്യിൽ വെച്ച് കൊടുക്കും. പെന്തക്കോസ്റ്റ് ചർച്ചുകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. CSI ചർച്ചുകളുടെ ഒരു ബാഹുല്യ ഭാഗങ്ങളിലുണ്ട്. അവിടുത്തെ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവരും അവലംബിക്കുന്നത്. ബാക്കി കേരളത്തിലെ സ്ഥലങ്ങളിലൊക്കെ ഇതിങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ വിശ്വാസി തന്നെയാണ് അതിൽ നിന്ന് അല്പം എടുക്കുന്നത്. അപ്പം ഞാൻ ഈ അടിമ യജമാനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ കിട്ടിയൊരു സമയമാണല്ലോ, അതുകൊണ്ട് ഇതങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ഇത് കർത്തൃമേശയുടെ പ്രസംഗമൊന്നുമല്ല.
പക്ഷേ ഇപ്പോൾ അങ്ങനെ നമുക്ക് നുറുക്കാൻ പറ്റത്തില്ലെന്നാണ് റോയിറ്റേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഉപദേശി, അതായത് വലിയ വലിയ ഉപദേശിമാർ അവരുടെ വീട്ടിൽ വെച്ച് നുറുക്കി വെച്ചിട്ട് അതിങ്ങനെ കഷ്ണമാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഓരോ കഷ്ണം നിങ്ങൾക്ക് വാരിയെടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു കഷ്ണം എടുത്ത് വായിലിടാം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചെറിയ കുപ്പിയല്ലോ, ആ പാത്രത്തിനകത്ത് പാനപാത്രം ഉണ്ടാകും. പാനപാത്രം എന്നാണ് ഈ 1 കൊരിന്ത്യർ 10 എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും തിരുത്താം, ഒരു പുതിയ ബൈബിൾ ഇറക്കണം. അപ്പം അതിനകത്ത് നമുക്ക് പാനപാത്രങ്ങൾ എന്നാക്കാം. നിലവിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്ന പാനപാത്രം എന്നാണ്. അപ്പം യജമാനൊരു ചെറിയ അടപ്പ് കൊടുത്തു. നമ്മുടെ ഈ കപ്പ് സിറപ്പ് വരുമ്പോൾ അതിൻ്റെ മൂട്ടിലൊരു സാധനം ഇരിക്കുമല്ലോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സെയിം സാധനം തന്നെ. അപ്പോൾ അത് യജമാനൻ കുടിക്കുന്നു, അതുപോലെ വേറെ ഒരെണ്ണം അടിമയും കുടിക്കുന്നു. അല്ലാതെ ഒരു പാത്രത്തിൽ നിന്ന് 2 പേരും കുടിക്കുന്നില്ല. അത് പണ്ട് കൊരിന്ത് ലേഖനം എഴുതിയ കാലത്ത് അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലഘട്ടത്തിൽ അവർ ലോകത്തോട് വിളിച്ചു പറയും, ഇവിടെ അടിമയില്ല, യജമാനൊന്നുമില്ല ദൈവസഭയിൽ. ഈ ഇരിക്കുന്നവരെല്ലാം പാപത്തിന് അടിമകളായിരുന്നു. കൃപയാൽ ഇവരെല്ലാം ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. അല്ലാതെ വേറെ മഹത്വമൊന്നും ഇവിടെ ഇരിക്കുന്ന യജമാനനുമില്ല, അടിമയ്ക്കുമില്ല, ഒരുത്തനുമില്ല. പ്രശംസിക്കാൻ ഒരുവനും സാധ്യമല്ലെന്നേ. ക്രൂശിൻ്റെ മുമ്പാകെ വരുമ്പോൾ പ്രശംസിക്കാൻ ആർക്ക് സാധിക്കും? ഒരു മനുഷ്യന് സാധിക്കില്ല. അങ്ങനെയൊക്കെ വിളംബരം ചെയ്തൊരു പഴയ കാലം ഉണ്ടായിരുന്നു. ഒന്ന് ഓർത്തുപോയതാണ് കിടക്കട്ടെ. ഒരു ചരിത്ര രേഖയായിട്ട് നമ്മളതങ്ങ് പറയുകയാണ്. എല്ലാം അന്യം നിന്ന് പോവുകയാണല്ലോ. അപ്പോൾ അന്യം നിന്ന് പോകുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ പെന്തിക്കോസുകാരുടെ നടുവിലുണ്ടായിരുന്നു. അന്ന് ഈ ഹൈജീൻ ഒരു വിഷയമാണ് കേട്ടോ, ഹൈജീൻ. പിന്നെ കൂലിപ്പണിയൊക്കെ എടുത്തിട്ട്, തോട്ടിപ്പണിയൊക്കെ എടുത്തിട്ട് വരുന്ന പുള്ളികളൊക്കെ കുടിച്ചിട്ട്, പിന്നെ ഞങ്ങൾ ഭയങ്കര കൊമ്പത്തെ പുള്ളികളാണ്, അവരൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ മിച്ചം ഞങ്ങൾ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ വിഷയമാണ്. ഹൈജീൻ. എന്തായാലും ഈ ഹൈജീനൊന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് ഈ ഹൈജീൻ എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത്, അതൊന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യണം കേട്ടോ ഫേബി. എനിക്ക് തോന്നുന്നത് 2000-ന് ശേഷമാണ് ഇംഗ്ലീഷിലുള്ള ആ പദം, ആ വൊക്കാബുലറി കണ്ടുപിടിച്ചതെന്ന് തോന്നുന്നു, ഈ ഹൈജീൻ എന്നുള്ളത്. അതിനു മുമ്പ് പഴയകാല പെന്തിക്കോസുകാരുടെ കാലത്തൊന്നും ഹൈജീൻ എന്നുള്ളൊരു ഇംഗ്ലീഷ് വാക്ക് ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അന്നുള്ള കഞ്ഞിക്കില്ലാത്തവനും കഞ്ഞിക്കുള്ളവനും എല്ലാ സൈസും, പണ്ഡിതനും പാമരനും എല്ലാവരും കൂടെ ഒരു പാത്രത്തിൽ കുടിച്ചിട്ട് പിന്നെ എല്ലാം കൂടെ എഴുന്നേറ്റ് നിന്നിട്ടൊരു പാട്ടങ്ങ് പാടും, രാജാധിരാജൻ. പിന്നെ ഇപ്പം എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ റെക്കോർഡിങ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കഷ്ണങ്ങളൊക്കെ എടുത്ത് ചുമ്മാ വായിലിട്ടിട്ട് ഇങ്ങനെ ഇറക്കി വിടുന്നു. അത് കഴിഞ്ഞിട്ട് വേണേ എന്തിനാ പാടുന്ന, ഇങ്ങനെയൊക്കെ തിന്നുന്ന പാർട്ടികൾക്ക് റെക്കോർഡിങ് മ്യൂസിക് ഇട്ടാൽ പോരെ? നിങ്ങളിങ്ങനെ പാടുമ്പോൾ തന്നെ ഒരു കഥപ്പുണ്ടാകും. ഹൈ പിച്ചിൽ പാടണത് അങ്ങനെ പാടേണ്ട ആവശ്യമില്ല. നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൽ ഒരു കാസറ്റ് ഇട്ടിട്ട് പാടിപ്പിക്കുക. നമ്മൾ അന്നേരം എല്ലാം കുറേ ചുംബനമൊക്കെ അപകടമാണ് കേട്ടോ. വിശുദ്ധ ചുംബനമൊന്നും അതൊന്നും അത്ര നല്ലതല്ല. ഞാനൊരു മുന്നറിയിപ്പ് നൽകുക. സഹോദരിമാർ ഇനി തമ്മിലും സഹോദരന്മാർ തമ്മിലും അത് നമ്മുടെ മലയാളക്കരയിലാണ്. വേറെ ദുനിയാവിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുപാട് കുഴപ്പങ്ങളാണ്. അപ്പം അതൊക്കെ ഇനി കുറയ്ക്കണം ഹൈജീൻ്റെ വിഷയം വരുമ്പോൾ. ഈ ഹൈജീൻ പറഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഓർത്തഡോക്സ് സഭയിലെ ഒരു സീനിയർ പുരോഹിതൻ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ പിക്ചർ ഇട്ടു. അപ്പോൾ പലരും ചിന്തിച്ചു, ഇത് എന്ത് പറ്റി, സജി പാസ്റ്റർ ഓർത്തഡോക്സിലേക്ക് പോവുകയാണോ? അങ്ങനെയൊക്കെ ചിലരൊക്കെ ചിന്തിച്ച് കാണും. അങ്ങനെയൊന്നും അല്ല സഹോദരങ്ങളെ. അപ്പോൾ അത് കണ്ടിട്ടുള്ള ഒത്തിരി പേരും ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം എൻ്റെ ബിസിനസ് പാർട്ട്ണറായിരുന്നു. ഞാനിങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരു വ്യവസായം നടത്തിക്കൊണ്ടിരുന്നു. അതിലെ പാർട്ട്ണറായിരുന്നു ആ പറയപ്പെട്ട റവറൻഡ് ഫാദർ എബ്രഹാം. അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ വളരെ കർക്കശ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയും കൂടെ പ്രസംഗിച്ചുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും, അന്ത്യോക്യയിലാണോ സഭ ആരംഭിച്ചത്, അതെങ്ങനെയാണ് കൈവെപ്പെന്നൊക്കെ ഉള്ളത് പറഞ്ഞ് പ്രസംഗിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ എൻ്റെ ബന്ധുക്കൾ, കസിൻസൊക്കെ ഇങ്ങനെയുള്ള എൻ്റെ കാര്യപരിപാടിയൊക്കെ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ നിശിതമായി വിമർശിക്കുന്നുള്ള ഒരു ചിന്ത അവർക്കൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യത്വപരമായി ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ഞാൻ അദ്ദേഹത്തെ ഒന്ന് സ്മരിച്ചതാണ് ഞാൻ ചുമ്മാ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടത്. അങ്ങനെ ആ കാര്യങ്ങൾ ഇട്ടത്. എനിവേ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലിനോടുള്ള ബന്ധത്തിൽ സീനിയറായിട്ടുള്ള പുരോഹിതനാണ്. തന്നെയല്ല സഭാ ഇടപാടുകളുണ്ടല്ലോ, കക്ഷി വഴക്കെന്ന് പറയാം. കക്ഷി വഴക്കിനോടൊക്കെയുള്ള ബന്ധത്തിൽ അതിലെ പല കാര്യങ്ങളിലും ചുക്കാൻ പിടിച്ചിരുന്നിരുന്നു അദ്ദേഹം ഒരു സമയത്ത്. അപ്പോൾ ആ കാരണത്താൽ ഉയർന്ന സ്ഥാനീയരായ ആളുകൾക്കൊക്കെ ഏറ്റവും അടുപ്പവും പ്രിയമുള്ള ആളാണ്. ആ കാരണത്താൽ സാക്ഷാൽ കാതോലിക്ക ബാവ് മുതൽ എല്ലാവരും ഫ്യൂണറലിന് കടന്നു വന്നിരുന്നു.
അപ്പോൾ എന്നെ വിസ്മയിപ്പിച്ചൊരു കാര്യമുണ്ട് കേട്ടോ, എന്നെ വിസ്മയിപ്പിച്ചൊരു കാര്യം. അത് ഇന്നത്തെ മീറ്റിങ്ങിൽ പറയേണ്ട കാര്യമില്ലായിരുന്നു, നാളെ പറഞ്ഞാലും മതിയായിരുന്നു, എങ്കിലും അഡ്വാൻസ് ചെയ്ത് അങ്ങ് പറഞ്ഞേക്കാം. എന്നെ വിസ്മയിപ്പിച്ചത് ഇങ്ങനെ അവിടെ വന്ന ഇവർ വരുമ്പോൾ തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞങ്ങ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് സ്വർഗ്ഗസ്വനായ പിതാവേ അതും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥന അപ്പോൾ ചൊല്ലി തീർക്കേണ്ട കാര്യങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കുന്ന ഈ പുരോഹിതന്മാരും സീനിയറായിട്ടുള്ള അതായത് കൈക്കാരന്മാരും വലിയ വലിയ തറവാടികളും ഒക്കെ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുമല്ലോ. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ മുൻപോട്ട് വരും. ഇവരെല്ലാം ഇങ്ങനെ മുൻപോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുരിശുണ്ട്, സ്ലീബ. ആ സ്ലീബ ചുമ്മാ സാധാരണ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു കഴിഞ്ഞാൽ അവരുടെ നെറ്റിയിൽ ഇങ്ങനെ ഒന്ന് മുട്ടിച്ചു വിടും, ഒരു ബ്ലെസ്സിങ് എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒന്ന് മുട്ടിച്ചു വിടും. അതേസമയം ഈ പുരോഹിതന്മാരും മറ്റു മെത്രാന്മാരും, മെത്രാന്മാർ തന്നെ ഉണ്ടൊരു 5-8 എങ്ങാണ്ട്. അപ്പോൾ ഇവരെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇവരെല്ലാം ഈ സ്ലീബ ഇങ്ങനെ കാണിക്കുമ്പോൾ അവരെല്ലാം ആ സ്ലീബായിൽ ചുംബിക്കും, എല്ലാവരും ഒരു ചുംബനം കൊടുക്കും. അപ്പോൾ ഈ അച്ഛൻ ചുംബിച്ചു, പിന്നെ മറ്റേ അച്ഛൻ വന്ന് ചുംബിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റേ അച്ഛൻ വരികയാണ്, പിന്നെ മറ്റേ അച്ഛൻ വരികയാണ്. ഏത് മറ്റേ അച്ഛൻ? എല്ലാം നിരനിരയായിട്ട് വന്ന് എവിടെ ചുംബിക്കുന്നത്? ഒരേ സ്ലീബായിൽ തന്നെ. നമ്മുടെ പ്രധാനപ്പെട്ട പെന്തിക്കോസിൻ്റെ ലീഡർമാരെ എല്ലാം ആ സ്ലീബായി ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടതായിരുന്നു. ഇവരൊക്കെ സ്ലീബ കണ്ടിട്ട് ഒത്തിരി കാലമായല്ലോ, എല്ലാവരും കാണണമായിരുന്നു. മെയിൻ ലൈൻ, അതായത് കുമ്പനാട്, മുളക്കുഴ, പുനലൂര്, എല്ലാ പുള്ളികളെയും കാണിക്കണമായിരുന്നു. എല്ലാം ഈ മെത്രാന്മാരും അച്ഛന്മാരും ഞാൻ പറഞ്ഞല്ലോ കേമന്മാരായ തറവാടികൾ, അവർക്കൊക്കെയാണല്ലോ അങ്ങനെ മുൻഗണന കിട്ടുള്ളൂ. അവരെല്ലാം ഒന്ന് ഒരു സ്ലീബായിൽ അതിൻ്റെ അവിടെ തന്നെയാണ് ചുംബിക്കുന്നത്. അത് അതിനിടയ്ക്ക് ഒരാൾ ഡെറ്റോൾ ഇട്ട് കഴുകിയോ മറ്റേ ആ സ്പ്രേ അടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വരുന്നവൻ എല്ലാം എത്രാനും അതിൽ ചുംബിക്കുക. അതേസമയം പെന്തിക്കോസ് പാസ്റ്റർമാരാണെങ്കിൽ 1.5 കിലോമീറ്റർ അപ്പുറം വെച്ചിട്ട് ഈ അപ്പോൾ ഇങ്ങനെ 5-10 കഷ്ണങ്ങളായിട്ട് നുറുക്കുന്നു. ഇപ്പോൾ ഹൈജീൻ ഭയങ്കര ഹൈജീനാണ്. അതേസമയം ഓർത്തഡോക്സുകാരനോ അവൻ സ്ലീവായിൽ എല്ലാവരും കൂടെ വന്ന് മുത്തുക. ഇതിനൊക്കെ എന്താ മറുപടി പറയുക? പഴയ കാലത്ത് ഇവിടെ കർത്തൃമേശ എടുത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യനും മരിച്ചു പോയിട്ടില്ല. ദൈവമേ, നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയതല്ല കേട്ടോ, വിഷയം സീരിയസ് ആയിട്ട് എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളച്ച് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാ. ഞാനത് കണ്ടപ്പോൾ മുതൽ വേറെ ഒത്തിരി കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. യൂറോപ്യൻസ് ഈ പറയുന്ന കൊറോണ പീരീഡിൽ യൂറോപ്യൻസ് എല്ലാം ഒരു കപ്പിൽ നിന്ന് കുടിക്കുന്നതും ഒരു പാത്രത്തിൽ നിന്ന്, കർത്തൃമേശയൊന്നുമല്ല, അവരുടെ മറ്റ് കാര്യങ്ങൾ, അവരുടെ സെലിബ്രേഷനുകളോടുള്ള ബന്ധത്തിൽ അവർ ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കുകയും കഴിക്കുകയും ചെയ്യുന്ന വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കൊറോണ പീരീഡിൽ അന്നൊന്നും അവരൊന്നും മരിച്ചു പോയതായിട്ട് കേട്ടില്ല ഈ കാരണത്താൽ. അപ്പോൾ ഏറ്റവും ദൈവസാന്നിധ്യത്തിൽ ഒരു അഭിഷേകത്തിൽ ദൈവകൃപയിൽ ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ബലിമരണത്തിൻ്റെ സ്മരണ ഇരമ്പെന്നൊരു ശുശ്രൂഷയിൽ നമ്മളിത് എന്ത് പറഞ്ഞപ്പോഴാണ് ഇവിടെ പോയത്? നമ്മുടെ യജമാനനും അടിമയും. ആ കാലഘട്ടത്തിൽ എന്തൊരു ഭയങ്കര സുന്ദരമായ ഒരു കാഴ്ചയാണ് ലോകം കാണുന്നത്. ലോകം നോക്കുമ്പോൾ എന്താ കാണുന്നത് സഹോദരങ്ങളെ? ഈ യജമാനനും അടിമയും ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കുക. ചരിത്രത്തിൽ നടക്കുന്ന കാര്യമാണോ അത്? യജമാനനും അടിമയും ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ ക്രൈസ്തവ സ്നേഹം, കരുതൽ, കാരുണ്യം, മനുഷ്യത്വപരമായ കാര്യങ്ങൾ, അതിൻ്റെ ഔന്നിത്യം, ഇതൊക്കെ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. വലിയ കാര്യങ്ങൾ അതിലൂടെ പറഞ്ഞത്. ആ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യാനല്ല ഞാൻ സമയമെടുക്കുന്നത്, അത് ഇടയ്ക്കൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കൊരിന്ത് ലേഖനത്തിൽ വായിക്കുന്ന പോലെ 2 കൂട്ടരോടും പറയുന്നൊരു കാര്യമുണ്ട്, ഓരോരുത്തരും വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ അടിമയായിരിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായൊരു ചിന്ത വരും, തൻ്റെ അടിമത്വം ഏറ്റവും പ്രൈമറിയായ കാര്യമല്ലേ അത്? ഏതൊരു മനുഷ്യൻ കേട്ടാലും അതൊരു തെറ്റായിട്ട് പറയുമോ? അവൻ്റെ അടിമത്തത്തിൽ നിന്ന് അവനെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെന്നുള്ള കാര്യത്തിൽ അതൊരു ക്രിസ്തീയ വീക്ഷണത്തിൽ ഒരിക്കലും തെറ്റല്ല അങ്ങനെ ചിന്തിച്ചാൽ. പക്ഷേ ഇവിടെ പൗലോസ്ലീഹ പറയാണ്, ഇവിടുത്തെ അന്തരീക്ഷം അത് മാറ്റിമറിക്കാൻ ശ്രമിക്കേണ്ട. നിന്നെ വിളിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നീ സന്തോഷത്തോടെ വസിച്ചു കൊള്ളുക. അപ്പോൾ തന്നെ നീ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. ക്രിസ്തുവിൽ. നീ ചഞ്ചലപ്പെടേണ്ട കാര്യമില്ല. നിന്നെ ഈ ഭൗതികമായ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. അതിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇപ്പോൾ വെപ്രാളപ്പെടരുത്, അല്ലെങ്കിൽ ഇപ്പോൾ നീ അസഹ്യപ്പെടരുത്. ആ വാക്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരം കിട്ടില്ലേ? അങ്ങനെ ഒരു ഉത്തരം കിട്ടും. അപ്പോൾ ഈ കാര്യം വെച്ചിട്ട് ഞാൻ ഈ തിമത്തിയോസിൻ്റെ ലേഖനത്തിലെ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന ഏതവസ്ഥയിലാണോ, നിങ്ങൾ ഒരു LD ക്ലർക്കായിട്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നതെങ്കിൽ, നിങ്ങൾ അവിടുത്തെ സൂപ്രണ്ടൻ്റ് ആകാൻ വേണ്ടി
അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലെ ആളാകാൻ വേണ്ടി കുറുക്കു വഴികളൊന്നും തേടി പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ ആ ജോലി വിശ്വസ്തയോടെ ചെയ്യുക. ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇന്ന് തുടങ്ങുകയാണ്. ഒന്നുകൂടെ ഞാൻ ആ ഭാഗങ്ങൾ പറയുകയാണ്. എത്ര പറഞ്ഞിട്ടും പല സഹോദരങ്ങൾക്കും മനസ്സിലാകുന്നില്ലെന്നാണ് പറയുന്നത്, പിടികിട്ടുന്നില്ലെന്ന്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഗഹനമായ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കണമെങ്കിൽ ഈ കാര്യങ്ങളിൽ നമുക്ക് നല്ല ബോധ്യം വേണം, നല്ലൊരു അടിത്തറ വേണം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ തന്നെയും പിന്നെയും വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ വിളിച്ചിരിക്കുന്ന സാഹചര്യം, നിങ്ങളൊരു ചെറുകിട ബിസിനസ്സുകാരനായിട്ടാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ അതിൽ സന്തോഷിക്കുക. അതിൻ്റെ അടുത്ത എക്സ്പാൻഷനിലേക്കും അടുത്ത കാര്യങ്ങളിലേക്കും സ്വാഭാവികമായി പോകേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകണം കേട്ടോ. പോകരുതെന്നല്ല, സ്വാഭാവികമായി പോകേണ്ട കാര്യത്തിലേക്ക്. അതല്ലാതെ 1, 2, 3 അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ഒരു കണക്കുള്ളത്. ആ അക്കങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? 1 കഴിഞ്ഞ 2, 2 കഴിഞ്ഞ 4 അല്ല 3, 3 കഴിഞ്ഞ 4. അപ്പോൾ അങ്ങനെ 1, 2, 3 എന്നുള്ള സ്റ്റെപ്പുകൾ കയറി നിങ്ങൾ നിങ്ങളുടെ ജോലിയിലാകട്ടെ, ബിസിനസ്സിലാകട്ടെ, കൃഷിയിലാകട്ടെ, ഏത് മേഖലയിലായാലും നിങ്ങൾ ഉത്സാഹികളായിരിക്കണം. അങ്ങനെ സ്റ്റെപ്പുകൾ വെക്കണം, അങ്ങനെ മുൻപോട്ട് പോവുക. പക്ഷെ വാണിംഗ് തരികയാണ്, കനത്ത വാണിംഗ്. 1 തിമോത്തിയോസ് 6:10 ഒന്ന് വായിച്ച് കേൾപ്പിക്കേ. 1 തിമോത്തിയോസ് 6:10. ഈ പറയുന്നത് ഇത് നാച്ചുറലായി സംഭവിക്കേണ്ട കാര്യങ്ങളാണ്, സ്വാഭാവികമായി സംഭവിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. അതേസമയം ഈ വാക്യം നമ്മുടെ മുൻപിലുണ്ട്, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലകാരണമാണ്. ചിലർ ഇത് വിട്ടൊഴിഞ്ഞ് സകല ദുഃഖത്തിനും അധീനരായിത്തീരുകയാണ്, സകലവിധ ദുഃഖങ്ങൾക്കും അധീനരായിത്തീരുകയാണ്. സഹോദരങ്ങളെ, എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു സഹോദരൻ, വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ബന്ധവും പരിചയവും, അവൻ്റെ സ്നാനത്തിന് ഞാൻ ആ കരയിൽ നിന്ന് സ്തോത്രം ചെയ്തിട്ടുള്ള ആളാണ് കുറേ വർഷങ്ങൾക്ക് പിന്നിൽ. തനിക്ക് ഉള്ള ഒരു ജോലി എന്ന് പറയുന്നത് സാമാന്യം തൃപ്തികരമായൊരു ജോലിയാണ്. ഒരു 50,000 രൂപയ്ക്ക് താഴെ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. അവൻ്റെ ശമ്പളം അത്യാവശ്യം കയറിക്കിടക്കാൻ കൊള്ളാവുന്ന വീടും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഈ പറയപ്പെട്ട സഹോദരൻ ഒരു പ്രത്യേകതരം ഒരു ഇടപാട് കേരളത്തിലുണ്ട്. അതായത് എന്തോ ഒരു തരം ഒരു മണിച്ചെയിൻ ഇടപാട്. 2 ലക്ഷം രൂപ ഒരു ഡെപ്പോസിറ്റ് വാങ്ങിച്ചു. അതിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന്, അതൊരു മണിച്ചെയിൻ പ്രോഗ്രാമാണ്, പിന്നെ അവർ വേറെ 2 പേരെയും കണ്ട് ഈ 2 ലക്ഷത്തിൽ ചേർക്കുകയോ, ഇങ്ങനെ എന്തോ ഇടപാടാണ്, ഒരു നെറ്റ്വർക്ക് ഇടപാട്. അപ്പോൾ അങ്ങനെ ഇവൻ 2 ലക്ഷം മേടിച്ചുകൊണ്ട് പോയി ആ കാര്യങ്ങളിൽ ഫ്ലോപ്പായി. ഇപ്പോൾ 2 ലക്ഷമില്ല, ഇവനുമില്ല, ഒന്നുമില്ല. വിളിക്കുമ്പോഴൊക്കെ ഇവൻ അതും ഇതുമൊക്കെ പറയാണ്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി, അങ്ങനെ വല്ലതും ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും വിളിക്കുമ്പോൾ ഇവൻ ഓരോ ഒഴിവൊഴിവ് പറയുകയാണ്. ഈ പറയപ്പെട്ടയാൾ ഒഴിവൊഴിവ് പറയുകയാണ്. അവന് എന്ത് ശമ്പളം ഉണ്ടായിരുന്നെന്നാണ് ഞാൻ പറഞ്ഞത്? ഏതാണ്ട് 50,000 രൂപ താഴെ, 30,000, 40,000, 50,000 അങ്ങനെ എങ്ങാണ്ടൊരു ശമ്പളം ഉണ്ട് അവന്. അവൻ്റെ പശ്ചാത്തലങ്ങൾ ഇപ്പോൾ അത്ര കുഴപ്പമുള്ളതല്ല. പക്ഷെ അവനിങ്ങനെ ഒരു ഇരട്ടിപ്പ് പരിപാടിക്ക് പോയി, കൈ പൊള്ളി. അത് ഈ കഴിഞ്ഞ ദിവസം അറിഞ്ഞപ്പോൾ വലിയ വിഷമം തോന്നി, വലിയ വിഷമം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുമ്പോൾ എൻ്റെ കൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രസംഗങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഇത്തിരി ഹാർഡാന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ സ്വതന്ത്രമായി ഇങ്ങനെ പറക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ മറ്റ് പല ഉദ്ദേശിമാരുടെ കൂടെയൊക്കെയാണ് പിന്നെ കൂട്ടുകെട്ട് കാര്യങ്ങളൊക്കെ. അത് കുഴപ്പമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതായത് എന്നിൽ നിന്നും കൂടുതൽ അവന് പഠിക്കാനും അറിയാനും കഴിയുമെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. ഞാനൊരിക്കലും അതിനെ ഒരു നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയൊക്കെ പോയ ആൾ അവസാനം ചെന്ന് എത്തിപ്പെട്ടത് ഇങ്ങനത്തെ മണിച്ചെയിൻ ഇടപാടിലാണ്. ദുരന്തത്തിൽ അകപ്പെട്ടുപോയി. ഈ 10ാം വാക്യം എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഓർമ്മ വന്നു. ആ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ, അതായത് മറ്റൊരാൾ എന്നോട് ആ കാര്യം പറഞ്ഞല്ലോ, ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു ആ സഹോദരനെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ 1 തിമോത്തിയോസ് 6-ാം അധ്യായം നമ്മൾ 2 ആഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ആ വാക്യം ഇങ്ങനെ വന്ന് കത്തി. ദൈവമേ, നിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം എത്ര കൃത്യമാണ്. നമുക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തിന് വെളിയിലേക്ക് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അത് ഓരോരോ വിചാരങ്ങൾ കൊണ്ടും മോഹങ്ങൾ കൊണ്ടും ഒക്കെയാണ് കടന്നു പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അടിവരയിട്ട് അസന്നിഗ്ധമായി പറയുന്ന കാര്യമാണ്, നിങ്ങൾ വിചാരപ്പെടണ്ട,
നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരുവനുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. പിന്നെ നിങ്ങളെന്തിനു വിചാരപ്പെടണം? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സകലതും വഴിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതാത് സമയത്ത് ഞാൻ റിലീസ് ചെയ്യും, അതാത് സമയത്ത് ഞാൻ റിലീസ് ചെയ്യും. നിങ്ങളെ പോറ്റി പുലർത്താൻ ഞാൻ വിശ്വസ്തനാണെന്നേ, നിങ്ങളെ നടത്താൻ വിശ്വസ്തനാണ്. അതുകൊണ്ടല്ലേ അങ്ങനെ ആ വിശ്വസ്തത അനുഭവിച്ചിട്ട് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചതെന്താ? ഞാൻ അനുഭവസ്ഥൻ എന്നുള്ള നിലയിലല്ലേ പ്രസംഗിച്ചത്. ദൈവം നടത്തുന്നു, ദൈവം നടത്തുന്നു, അത്ഭുതകരമായി അതിശയകരമായി നടത്തുന്നു. ദൈവത്തിൻ്റെ കരുതലുകൾ അനുഭവിക്കുന്നു പല നിലകളിൽ. അത് സാമ്പത്തികം മാത്രമല്ലല്ലോ, അത് സാമ്പത്തികം മാത്രമാണോ? ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു, പിന്നത്തേതിൽ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ബൈബിളിൽ അങ്ങനെ ബൃഹത്തായ കാര്യങ്ങളെല്ലാം ഒന്നും അറിഞ്ഞിട്ടല്ല ഇറങ്ങിത്തിരിച്ചത്. ഒരളവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അങ്ങ് ഇറങ്ങിത്തിരിക്കുക. ഈ ബലത്തോടെ പോകാമെന്ന് പറഞ്ഞതുപോലെ ആ ബലത്തോടെ അങ്ങ് ഇറങ്ങിത്തിരിച്ചു. പക്ഷെ ദൈവം ഒരുക്കിയ വഴിയിലൂടെ ഇപ്പം ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ കൺമുമ്പിൽ വന്ന സമയത്ത് ഭയപ്പാടോടുകൂടി ഈ വാക്യങ്ങളെയൊക്കെ കണ്ടതാണ്. അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും പാടില്ല എന്ന സമർപ്പണത്തിൽ തന്നെ മുൻപോട്ട് പോയതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളും തൻ്റെ കാര്യപരിപാടികളും ചെറിയ ഒരളവിൽ തുറന്നു തന്നു. ചെറിയൊരളവിൽ. അങ്ങനെ വലിയ പാണ്ഡിത്യമോ അങ്ങനെ വലിയ പഠിപ്പോ അങ്ങനെ വലിയ ആ കറുത്ത കടവാവലിൻ്റെ പോലത്തെ ഒരു കോട്ടുണ്ടല്ലോ, അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഒരു കറുത്ത തൊപ്പി ഇങ്ങനെ വെച്ചിട്ട് ഇതിലൊരു നൂലിങ്ങനെ തൂങ്ങിക്കിടക്കുമല്ലോ, ആ തൊപ്പി ഒന്നും വെച്ചിട്ടില്ല. പക്ഷെ മഹാകൃപയാൽ തൻ്റെ പുത്രൻ്റെ ബലിമരണവും അതിൻ്റെ ആഴങ്ങളും ഒക്കെ പല നിലകളിൽ തുറന്നു തന്നിട്ടുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ തുറന്നു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നമ്മളോട് പങ്കുവെച്ചിട്ടുണ്ട്. അതേസമയം വലിയ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ തിയോളജിക്കൽ സൈഡിൽ തന്നെ വലിയ പഠനങ്ങൾ സ്വദേശത്തും വിദേശത്തും ഒക്കെ പഠിച്ച ആളുകൾ പല വാക്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള അവരുടെ ചിന്താഗതികൾ പറയുന്ന കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത കടന്നു വന്നത്, ദൈവമേ, ഈ പറയപ്പെട്ട ശ്രേഷ്ഠരായ മനുഷ്യർക്കൊന്നും ഗ്രഹിക്കാൻ പറ്റാത്ത ആ കാര്യങ്ങൾ ഏതുമല്ല ഒന്നുമല്ലാത്ത കുലഹീനനായ എൻ്റെ മുമ്പാകെ നീ അത് തുറന്നു തന്നല്ലോ. അത് എന്താ? അതൊക്കെ ലഭിക്കാനുള്ള കാരണം എൻ്റെ അയോഗ്യത തന്നെയാണ്, കഴിവില്ലായ്മ തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കഴിവില്ലായ്മയും ബലഹീനതയും ഒക്കെ തന്നെയാണ് ഞാൻ അതിന് കാരണമായി കാണുന്നത്. അങ്ങനെ ദൈവം ആ കാര്യങ്ങളൊക്കെ തുറന്നു തരികയും അതിൽ പലതും ഞാൻ നിങ്ങളുടെ മുമ്പാകെ പങ്കുവെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും, ഗൗരവതരമായ കാര്യങ്ങൾ. ആ കാര്യങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി. ദ്രവ്യാഗ്രഹത്തിലേക്ക് ശ്രദ്ധ പോയില്ല, പണസംബന്ധമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോടൊരു കാര്യം സംസാരിച്ചു. അദ്ദേഹം ഒരു പക്ഷേ നമ്മളെ കേൾക്കുന്നുണ്ടായിരിക്കും, ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം ആയിരിക്കുന്ന ആ രാജ്യത്ത് മലയാളക്കരയിൽ നിന്ന് ഒരു ശുശ്രൂഷകൻ കടന്നു ചെന്ന് അപ്പം അദ്ദേഹം ആ ശുശ്രൂഷകനെ പരിചയപ്പെട്ടു. ഏതോ കാരണത്താൽ എങ്ങനെയോ പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ട അദ്ദേഹത്തിന് ശുശ്രൂഷകളില്ല, ഒരു ശുശ്രൂഷയ്ക്കുള്ള വഴി ഒരുക്കി കൊടുക്കാൻ പറഞ്ഞ് ഏതോ ഒരു കൂട്ടായ്മയിൽ അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അപ്പോൾ അവിടെ ചെന്ന് പ്രസംഗിച്ചിട്ട് ഇദ്ദേഹം പോന്നു. പക്ഷെ അവിടുത്തെ ശുശ്രൂഷകൻ എന്തോ ബന്ധപ്പാടിലായിരുന്നു. ഇദ്ദേഹത്തെ വേണ്ട വിധത്തിൽ മാനിക്കാൻ പറ്റിയില്ല. മാനിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ വേണ്ട വിധത്തിൽ മാനിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ കേരളത്തിൽ നിന്ന് പോയ ശുശ്രൂഷകൻ ഈ സഹോദരനോട് തട്ടിക്കേറി ചൂടായി. ഇങ്ങനെയാണോ നിങ്ങളുടെ ഈ പാസ്റ്റർമാർ ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടിക്കൂലി മുടക്കി ഇവിടെ വന്നിരിക്കുന്ന ആളല്ലേ, എന്നെ മാനിക്കണ്ടേ, കൃത്യമായിട്ടും കൈകാര്യം ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ശുശ്രൂഷകനെ ആ ചർച്ചിലെ പാസ്റ്ററെ ഇദ്ദേഹം വിളിച്ചു. പാസ്റ്റർ എന്തോ ബന്ധപ്പാടിലായിരുന്നു, പിന്നീട് സംസാരിക്കാമെന്നോ എന്തോ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇദ്ദേഹം വീണ്ടും വിളിച്ചു. ഏത് ഈ കാര്യത്തിന് വേണ്ടി ഇദ്ദേഹം 50 രൂപ കൊടുത്തിട്ടുണ്ട്, 50 തിരിച്ചു മേടിക്കാൻ വിളിക്കുന്ന പോലെ വിളിക്കുന്നത്. അങ്ങനെ ആ പാസ്റ്ററോട് ഇദ്ദേഹം തുറന്നു പറഞ്ഞു, എന്താ നിങ്ങളിങ്ങനെ തുടങ്ങുന്നേ, എനിക്കുള്ളത് തരാത്ത എന്താന്നൊക്കെ. എൻ്റെ കർത്താവേ, കേട്ടിട്ട് എനിക്ക് അങ്ങ് തൊലി ഉരിഞ്ഞു പോയതുപോലെ ആയിപ്പോയി. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ദൈവമേ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയാൻ മേല. അതിപ്പോൾ പ്രസംഗത്തിലും കൂടെ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒരു അസ്വസ്ഥതയായി. അപ്പോൾ നോക്കണം, നമ്മുടെ ദൈവം നമ്മെ ഈ ഭൂമിയിൽ പോറ്റി പുലർത്തുന്ന എത്ര അതിശയകരമാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തീർത്തേ ഉള്ളൂ. ശുശ്രൂഷാ ജീവിതത്തിലേക്ക് വരുമ്പോഴോ, ശുശ്രൂഷിക്കാൻ ഒരു ദൈവദാസൻ കടന്നു പോകുന്നത് പ്രസംഗിച്ചിട്ട് കൂലി മേടിക്കാനല്ല സഹോദരങ്ങളെ. പ്രസംഗത്തിനൊന്നും കൂലിയില്ല. നമ്മൾ പല സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോകും. നമ്മളല്ലോ
ഞങ്ങൾ ശുശ്രൂഷകർ പല സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ കടന്നു പോകും. ശുശ്രൂഷ കഴിയുമ്പോൾ അത് അവിടെയുള്ള ആ ശുശ്രൂഷകൻ്റെ സന്തോഷം കൊണ്ടും ആ സഭയുടെ സന്തോഷം കൊണ്ടും നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. അതൊരു സത്യമാണ്. അതേസമയം നമ്മൾ ഈ ശുശ്രൂഷകൻ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു തിരിച്ചറിവെന്ന് പറയുന്നത് ഒരു കൂലിക്ക് വേണ്ടിയല്ല പ്രസംഗിക്കുന്നത്. നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ആ സമ്പത്ത് അവിടെ വിതറുകയാണ്. അല്ലെങ്കിൽ അത് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ആ സമ്പത്ത്, ദൈവവചനമാകുന്ന സമ്പത്ത്, ആ ആത്മീക സമ്പത്ത് ആ സഹോദരങ്ങൾക്ക് വേണ്ടി വിളമ്പിക്കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഈ ഭൂമിയിൽ ആ ശുശ്രൂഷകൻ നിലനിൽക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം കരുതിക്കൊള്ളും. അദ്ദേഹം ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഈ കഴിഞ്ഞ ഒരാഴ്ച നടന്ന കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ കണ്ടുമുട്ടിയതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ കൂട്ടു സഹോദരങ്ങൾ എന്ന നിലയിൽ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ 1 തിമോഥെയോസ് 6:10 നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഞാനൊരു സഹോദരൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞില്ലേ, ആ സഹോദരൻ അങ്ങനെ പെരുമാറി എന്ന കാരണത്താൽ എനിക്ക് വലിയൊരു സങ്കടം. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെയൊരു കാര്യത്തിൽ പോയി തലയിടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒത്തിരി പേര്, ഞാൻ ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല സഹോദരങ്ങളുടെ കാര്യവും പലരെന്നോട് വിളിച്ചു പറയാനിടയായി. പലരും ഇങ്ങനത്തെ പല അപകടങ്ങളിൽ ചെന്ന് പെട്ടു. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഒരിക്കലും അലോസരപ്പെടരുത്. ഈ ഇന്നലെ മിനിങ്ങാന്നൊക്കെയായിട്ടുള്ള ചില ന്യൂസ് ചാനലുകളിലൂടെ വരുന്നൊരു ന്യൂസാണ്. പെന്തിക്കോസ് ലോകത്തെ വളരെ പ്രസിദ്ധനായ ഒരു പണമിടപാടുകാരൻ, അതായത് പലിശക്കാരൻ എന്ന് വിളിക്കാം, അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അവരുടെ ക്രെഡിറ്റ് സിൻഡിക്കേറ്റൊക്കെ ഉണ്ട് അങ്ങ് തിരുവല്ലായാലും ചുറ്റുപാടും കേരളം മുഴുവനുമൊക്കെ. അപ്പോൾ അദ്ദേഹം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാന ട്രഷറോ അങ്ങനെ എന്തൊക്കെയുള്ള പോസ്റ്റിലൊക്കെ ഇരിക്കുന്നയാളാണ്. കഴിഞ്ഞ തവണ റാന്നി മണ്ഡലത്തിൽ അദ്ദേഹം ഇങ്ങനെ മത്സരിക്കാനൊക്കെ ആഗ്രഹിച്ചതാണ്. പെന്തിക്കോസിന് ഒരു MLA വേണമെന്നൊക്കെയുള്ള നിലയിൽ. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ന്യൂസാണ് പരക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഈ പണമിടപാട് സ്ഥാപനങ്ങളൊക്കെ ഏതാണ്ട് തകരുന്നൊരു കാലമാണ്. അവിടെ കുറേ സ്ഥാപനങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഒരു മൂന്നാലെണ്ണം പൂട്ടിപ്പോയി. അതിലൊക്കെ നമ്മുടെ വിശ്വാസി സമൂഹത്തിൽപ്പെട്ടവർ, പാസ്റ്റേഴ്സൊക്കെ 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി, 5 കോടി. ഞാൻ അത്ഭുതപ്പെടുക, എവിടെ നിന്ന് ഇവർക്കൊക്കെ 5 കോടി 10 കോടിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ കിട്ടുന്നതെന്ന് ഓർത്ത്. ഇപ്പോൾ ഒരു ദൈവദാസൻ അദ്ദേഹം 25 ലക്ഷം 50 ലക്ഷം എങ്ങാണ്ടൊക്കെ കൊണ്ടുപോയി ഇട്ട കാര്യം പറയുന്നത് കേട്ടു. അങ്ങനെ ഓരോരുത്തരും അതിനകത്ത് നിക്ഷേപിച്ചപ്പോൾ കൈപൊള്ളിയിരിക്കുകയാണ്. ദൈവം മാനിക്ക് ഉയർത്തുന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ആ പറയപ്പെട്ട ആളുകളൊക്കെ മാനിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ നാളുകളിൽ ഡിക്ലെയർ ചെയ്യപ്പെട്ട കാര്യം. അല്ലെങ്കിൽ തകർച്ചയുടെ വക്കത്താണെന്നൊക്കെയാണ് കേൾക്കുന്നത്. നിക്ഷേപകർ വീടിൻ്റെ മുമ്പിൽ കൂട്ടം കൂടി നിൽക്കുകയാണ്, ധാരാളം നിക്ഷേപകർ. 10 പേർ ഒരുമിച്ച് കാശ് പിൻവലിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇതെല്ലാം പെന്തക്കോസ് ലോകത്തിനുള്ള മുന്നറിയിപ്പാണ്. ബാക്കിയുള്ളവർക്കൊന്നും ഉള്ള മുന്നറിയിപ്പല്ല. അവർ വേണമെങ്കിൽ അത് മുന്നറിയിപ്പായിട്ട് എടുത്തോട്ടെ. ഇവിടെ വേദോത്സവം പിടിച്ചുകൊണ്ട് ഘോരഘോരം പ്രസംഗിക്കുകയും കർത്താവ് ഉടനെ വരൂ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്നവർക്കെല്ലാമുള്ള മുന്നറിയിപ്പാണ് ഇങ്ങനത്തെ പല പണമിടപാട് സ്ഥാപനങ്ങളും വിശ്വാസി സമൂഹത്തിൻ്റെ പേരിൽ നടക്കുന്നതൊക്കെ തകരുന്നത് കാണുമ്പോൾ ഓർത്തോണം. അവിടെ കൊണ്ടുപോയി 25 ലക്ഷം 50 ലക്ഷം 1 കോടി 2 കോടിയൊക്കെ നിക്ഷേപിച്ചവരൊക്കെ അവരെല്ലാം ഇനി ഉപവാസ പ്രാർത്ഥന വയ്ക്കും, പ്രവാചകന്മാരെ വിളിച്ചു വരുത്തും, ഇതെങ്ങനെ തിരിച്ചു പിടിക്കാമെന്നുള്ള രീതിയിൽ. അതൊന്നും തിരിച്ചു കിട്ടാനായിട്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ അതാ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ടുള്ള പൈസയായിരുന്നല്ലോ പാസ്റ്ററെ, നിങ്ങൾ എന്തിനാ കണ്ണി ചോരയില്ലാത്ത പോലെ പ്രസംഗിക്കല്ലേ? അതാ മോളെ പഠിപ്പിക്കാൻ വെച്ചാർന്ന പൈസയല്ലേ? അതാ മോനെ വിദേശത്ത് പോകാനായിട്ട് ആവശ്യം വരുന്നൊരു പൈസയല്ലായിരുന്നു ആ ഒരു 25 ലക്ഷം 50 ലക്ഷം എന്നൊക്കെ ചോദിക്കും. അതൊക്കെ കൊള്ളാം. അതിനിവിടെ 1-ാം തരം ബാങ്കുകളുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയും. ആ ബാങ്കിൽ എനിക്ക് പാർട്ണർഷിപ്പ് ഉള്ളതാണ്. പാർട്ണർഷിപ്പല്ലോ, അയ്യോ എനിക്ക് അക്കൗണ്ട് ഉണ്ട് അതിനകത്ത്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 10 100 ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇട്ടോ. നിങ്ങൾ എന്തിനാണ് ഇതുപോലെ തലതിരിഞ്ഞവന്മാരുടെ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇടുന്നത്? നിങ്ങൾ ദ്രവ്യാഗ്രഹിയാണ് മിസ്റ്റർ പെന്തിക്കോസ്. താങ്കൾ ദ്രവ്യാഗ്രഹിയാണ്. അമ്മാമയും മുഴുത്ത ദ്രവ്യാഗ്രഹിയാണ്. അത് സംശയിക്കേണ്ട ആവശ്യമില്ല. അവിടെ 12% പലിശയാണ്. സ്റ്റേറ്റ് ബാങ്കിലോ അയ്യോ അവിടെ അങ്ങനെ 5 6 7 ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ 12% പലിശ എന്ന് കേട്ടപ്പോൾ കണ്ണങ്ങ് തള്ളി വന്നു. അങ്ങനെ കൊണ്ടുപോയി ഇട്ടതാ. ഇപ്പോൾ 50 ലക്ഷം വെള്ളത്തിലായി. ഇതൊക്കെ നമുക്ക് പറയാതെ തരവില്ല. ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ അതുപോലെ ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോയി. ദ്രവ്യാഗ്രഹത്തിലേക്കും ലോകസ്നേഹത്തിലേക്കും ഭൗതിക ഔന്നത്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ പരക്കം പായുകയാണ്. അതിന് നടുവിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ
ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ നമ്മുടെ പ്രസിദ്ധനായ പ്രസംഗൻ്റെ പ്രസംഗം ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. നമുക്ക് പ്രോസ്പെരിറ്റി വേണ്ടേ, ഒരു ഉയർച്ച വേണ്ടേ എന്നൊക്കെയുള്ള ആ ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. മലങ്കരയുടെ മണ്ണിൽ ആ ശബ്ദം അലയടിക്കുകയാണ്. പ്രോസ്പെരിറ്റി വേണ്ടേ എന്നുള്ള ചോദ്യം അതങ്ങനെ അലയടിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ നേർത്ത സ്വരം പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് അതൊന്നുമല്ല, ഭൗതിക സമൃദ്ധിയല്ല ഒരു പുതുനിയമ വിശുദ്ധൻ കാംക്ഷിക്കേണ്ടത്. അതിനാണ് ഞാൻ തുടക്കത്തിൽ വായിച്ചത്, ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. നീ കീറിയ തുണി ഉടുത്തുകൊണ്ടാണ് ഈ മാർഗത്തിൽ വന്നതെങ്കിൽ സന്തോഷിക്കുക. നിന്നെ ഉത്സവവസ്ത്രം ഉടുപ്പിക്കാൻ പോവുകയല്ലേ. നീ ആ 45 സങ്കീർത്തനം ഒന്ന് വായിച്ചിട്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങണം കേട്ടോ. കീറിയ തുണി ഉടുത്ത പെന്തിക്കോസ്തുകാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ 45 സങ്കീർത്തനം ഒന്ന് വായിക്കണം. അല്ലെ നമുക്ക് വായിച്ച് കേൾപ്പിച്ചേക്കാം. സങ്കീർത്തനം 45:13-14. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. അവളുടെ ചിത്രതയ്യിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സഹോദരങ്ങളെ, ഈ വാക്യം വായിച്ചു തുടങ്ങിയത് എങ്ങനെയാ? അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകണം. ആകുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ പറയാണ്, ശോഭ പരിപൂർണയാകണം. പിന്നെ അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. പിന്നെ അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. ഇപ്പോൾ കീറിയ തുണി കൊടുത്തിരിക്കുന്ന പെന്തിക്കോസേ കേട്ടുകൊള്ളുക. നിന്നെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് ആ വസ്ത്രത്തിൻ്റെ സൈഡിൽ പൊൻ കസവുകൾ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായ നിലയിൽ, ഇനി വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, കുഞ്ഞാടിൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് വിശേഷപ്പെട്ട ഒരു വസ്ത്രം ലഭിച്ചിരിക്കുന്നു എന്ന്. ആ വിശേഷപ്പെട്ട വസ്ത്രത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഈ വായിക്കുന്നത്. അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് അതിൻ്റെ ഈ സൈഡിൽ പൊൻ കസവുകൾ, അതിൻ്റെ സൈഡിലൂടെ പൊൻ കസവുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് എംബ്രോയിഡറി വർക്കുകളൊക്കെ ചെയ്ത അതിമനോഹരമായൊരു വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട്, അതെല്ലാം എന്താ കാണിക്കുന്നത്? കുഞ്ഞാടിൻ്റെ കാന്തയുടെ വസ്ത്രമാണ്. കുഞ്ഞാടിൻ്റെ കാന്തയുടെ വസ്ത്രം. അതേസമയം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ മറ്റൊരു വസ്ത്രത്തിൻ്റെ കാര്യം നമ്മൾ കാണുന്നുണ്ട്. അത് കല്യാണ വസ്ത്രത്തിൻ്റെ കാര്യമാണ്. കല്യാണ വസ്ത്രം, കുഞ്ഞാടിൻ്റെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ അവിടെ പല തരക്കാർ വരുന്നുണ്ട്. അതായത് കല്യാണ സദ്യക്ക് വിളിക്കപ്പെട്ടവരുണ്ട്, മണവാളനുണ്ട്, മണവാട്ടിയുണ്ട്, അങ്ങനെ പലരും അവിടെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ് അന്നേ ദിനം മണവാളനും മണവാട്ടിയും. ശാപ്പാടടിക്കാൻ വരുന്നവർക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രാധാന്യമുണ്ട്, അതിലപ്പുറം ഒരു പ്രാധാന്യമില്ല. ഏറ്റവും വലിയ പ്രാധാന്യം ആർക്കെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ കഴിഞ്ഞ നാളിൽ വളരെ കഷ്ടങ്ങൾ സഹിച്ച് പലവിധമായ പ്രതികൂലങ്ങളിലൂടെയൊക്കെ കൊടുങ്കാറ്റിനാലൊക്കെ അടിക്കപ്പെട്ട് കടന്നുപോയ ഈ മണവാട്ടിയുടെ കരം അവൻ പിടിച്ച് രാജസന്നിധിയിൽ മഹത്തുക്കളുടെ നടുവിൽ അവളെ പ്രദർശിപ്പിക്കുക, അവളെ വെളിപ്പെടുത്തും എല്ലാവരുടെയും മുമ്പാകെ. ശോഭാപരിപൂർണയായ മണവാട്ടി. ഇനി മറ്റൊരു ഭാഗത്തിൽ ഉത്തമഗീതത്തിൽ പറയുന്ന പോലെ കുഞ്ഞാടിൻ്റെ കാന്തയെക്കുറിച്ച് പറയുമ്പോൾ അവൾ സർവാംഗ സുന്ദരി എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ സർവാംഗ സുന്ദരിയായി അംഗപ്രത്യംഗം ആ സൗന്ദര്യപൂർണതയിലേക്ക് വന്നിരിക്കുന്ന കുഞ്ഞാടിൻ്റെ കാന്ത വിശേഷപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു നിൽപ്പ് അന്നേ ദിനം നിൽക്കുമ്പോൾ അവൻ അവളുടെ കരം പിടിക്കും. ഇതൊക്കെ ഓർത്തിട്ടാണ് ഇന്ന് കീറിയ ഉടുപ്പിട്ടിരിക്കുന്ന ഏതെങ്കിലും പെന്തിക്കോസുകാരനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കേണ്ടതും നിങ്ങളുടെ പ്രത്യാശ ഇതായിരിക്കണം. പിന്നെ എന്നാ പറഞ്ഞത്? ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 19-ാം അധ്യായത്തിലേക്കൊന്ന് പോകാം. 10-ാം വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങളൊന്ന് പറയാനാണ്. അവൻ എന്നെ ആത്മവിശുദ്ധയിൽ ഉയർന്ന ഒരു മന്മലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു. അതായത് ഈ വാക്യം നമ്മൾ വായിക്കുന്നതിന് മുൻപ് ദൂതൻ യോഹന്നാനോട് പറയുന്നുണ്ട്, കുഞ്ഞാടിൻ്റെ കാന്തയെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നത് എന്താ? മനോഹരമായി അലങ്കരിക്കപ്പെട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കാണുകയാണ്. അപ്പോൾ ആ നഗരത്തെക്കുറിച്ചുള്ളൊരു ചെറിയ വിശദീകരണം 19-ാം വാക്യം മുതലൊന്ന് വായിച്ചേ. ആ നഗരത്തെക്കുറിച്ചൊന്ന് വായിച്ചേ. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു.
ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരക്തം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പുകല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേതകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈഡൂര്യം, 11ാമത്തേത് പത്മരാഗം, 12ാമത്തേത് സുഗന്ധി രത്നം. ഇങ്ങനെ 12 വിധ രത്നങ്ങളാലാണ് ഈ പറയപ്പെട്ട മനോഹരമായ നഗരം അലങ്കരിച്ചിരിക്കുന്നത്. 12 വിധ രത്നങ്ങളാൽ, മനോഹരമായ രത്നങ്ങളാൽ. ഈ 12 വിധ രത്നങ്ങളും അതിൻ്റെ വിഷയങ്ങളൊക്കെ ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഡിവൈൻ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ പറയപ്പെട്ട ഓരോ രത്നങ്ങളുമായിട്ട്, ആ രത്നങ്ങളുടെ നേച്ചറിലേക്ക് നാം ഓരോരുത്തരും എത്തിപ്പെടണം, ആ ഡിവൈൻ ക്യാരക്ടറിലേക്ക്. അതായത് 2 പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ്റെ വീര്യത്തിലേക്കും മഹത്വത്തിലേക്കും നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന്. വീര്യത്തിലേക്കും മഹത്വത്തിലേക്കും. അപ്പം ആ മഹത്വം പ്രാപിക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് എഫേസ് ലേഖനത്തിലൊക്കെയുണ്ട് ആ ഡിവൈൻ ക്യാരക്ടർ, ആ ദിവ്യ സ്വഭാവം. പത്രോസിൻ്റെ ലേഖനത്തിലും ഉണ്ടത്. ആ ദിവ്യ സ്വഭാവം നാം പ്രാപിക്കേണ്ടതുണ്ട് എന്ന് അവിടെയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് നമ്മൾ ചോർന്നൊലിക്കുന്നൊരു ഭവനത്തിൽ കിടക്കുന്നത്. ചോർന്നൊലിക്കുന്ന ഭവനത്തിലാണ് നമ്മുടെ പ്രിയങ്കരനായ മിസ്റ്റർ പെന്തിക്കോസ് താമസിക്കുന്നത്. അങ്ങനെ ഒരു ഭവനത്തിൽ താമസിക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ പ്രസംഗകർ ചോദിക്കുകയാണ്, ഒരു പ്രോസ്പെരിറ്റി ഒക്കെ വേണ്ടേ മിസ്റ്റർ പെന്തിക്കോസ്റ്റ്? ഇങ്ങനെ ചോർന്നൊലിക്കുന്ന ഒരു ഭവനത്തിലാണോ കിടക്കേണ്ടത്? ന്യായമായ ഒരു ചോദ്യമാണ്. ഇതേ ചോദ്യം തന്നെയാണ് തോട്ടത്തിൽ നമ്മുടെ ഗ്രാൻഡ് മദറിനോടും ചോദിച്ചത്. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ ഗ്രാൻഡ് മദർ അല്ലല്ലോ, അന്ന് പുള്ളിക്കാരി എന്താ നല്ല സൗന്ദര്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഈ മിസ്റ്റർ പാമ്പ് അവിടെ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ മതിയോ, നമുക്കിതൊക്കെ ഒന്ന് പറിച്ച് തിന്നണ്ടേ? അയ്യോ, അത് പറിക്കാനും പാടില്ല, തൊടാനും പാടില്ല, തിന്നാനും പാടില്ല, തിന്നാൽ മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ലെന്നേ, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചില പ്രസംഗർ മാത്രമേ ഉള്ളൂ അങ്ങനെ കടുംപെട്ട് പ്രസംഗമായിട്ടിരിക്കുന്നത്. ഞങ്ങളൊന്നും ആ ടൈപ്പല്ല. ഒരു പ്രോസ്പെരിറ്റി ഒക്കെ വേണ്ടേ? ഇത് പറിച്ചു തിന്നാൽ നമുക്ക് പ്രോസ്പറാകാൻ കഴിയും. അതായത് നന്മ തിന്മകളെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയുമല്ലോ. അതൊരു പ്രോസ്പർ അല്ലേ? അതൊരു പ്രോസ്പെരിറ്റി അല്ലേ? ഇപ്പം ഇങ്ങനെ ഈ വറുത്തുകുത്തിയിരിക്കുകയല്ലേ, ഒരു വല്ലാത്ത പരുവത്തിലിരിക്കുകയല്ലേ. ഇങ്ങനെ ഇരുന്നാൽ പോരാ, എല്ലാം നമുക്ക് പറിച്ച് ഭക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാർ വിചാരിച്ചു, ഇദ്ദേഹം പറയുന്നതിൽ ഒരു ന്യായമുണ്ടല്ലോ, നമ്മളീ കേട്ടിരിക്കുന്നതൊക്കെ എന്നതാ, ഭയങ്കര കഠിനമായ കാര്യമല്ലേ, പറിക്കരുത്, തിന്നരുത്, തുടരുത്, ഇതാന്നൊക്കെയാണ് കേട്ടത്. എന്തായാലും പറിച്ചേക്കാമെന്ന് വിചാരിച്ചു. എന്ത് സംഭവിച്ചെന്നുള്ളത് കൊച്ചുമക്കൾക്ക് അറിയാമല്ലോ, എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അത് അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിളി ഭയങ്കരമാണ്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കുന്ന ഒരുവനെ സ്വർഗത്തിലെ ദൈവം തൻ്റെ രാജ്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. അവൻ ശരീരം കൊണ്ട് ചോർന്നൊലിക്കുന്ന വീട്ടിലാണെങ്കിലും ആത്മാവിൽ അവൻ സ്വർഗതലങ്ങളിലായിരിക്കുന്നത്. അവൻ്റെ ഉള്ളിലൊരു പ്രത്യാശ നിക്ഷേപിച്ചിരിക്കുകയാണ്. ആ പ്രത്യാശ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരത്തിനകത്തൊരു ഓഹരി. അത് ഓർക്കുമ്പോൾ അവൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. അത് ഓർക്കുമ്പോൾ കൊടുങ്കാറ്റും പേമാരിയുള്ള സമയത്ത് ചോർന്നൊലിക്കുന്ന വീട്ടിലിരുന്നു കൊണ്ട് അവൻ പാട്ടുപാടും, നവയെരൂശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ട് നിറയാന്നാ പാടുന്നത്. നവയെരൂശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നോട് തന്നെ പറയുകയാണ്, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, വെളിപ്പെടാനുള്ള തേജസ്സിൻ്റെ നഗരത്തിലെ ആ വാസമോർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൂർവ്വകാലത്തെ പെന്തിക്കോസിൻ്റെ പ്രസംഗകർ പ്രസംഗിച്ചിരുന്നു. ഈ കാലത്ത് അങ്ങനെ ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയാമെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ ഉണ്ടാകുമായിരിക്കും, അങ്ങനെ ഇല്ലാതെ വരില്ലല്ലോ. കാരണം ഞാൻ എൻ്റെ സഭയെ പണിയും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നിശ്ചയമായ പണി നടക്കുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന, അവൻ ചിലരെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും എന്ന നിലയിൽ വിളിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ വിളിക്കപ്പെട്ടവരുണ്ട്, അതിന് ഗ്യാരണ്ടിയാണ്. വിളിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും കാണും. ഇപ്പം എല്ലാവരും നമ്മൾ കാണുന്നില്ല, പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു നിലയിൽ ഇപ്പോൾ നമ്മുടെ പെന്തിക്കോസ് അങ്ങനെ അധികം പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കൂടുതൽ പറയുന്നത് എന്താ, കീറിയ തുണിയൊക്കെ ഒന്ന് മാറ്റണം, പിന്നെ ചോർന്നൊലിക്കുന്ന വീടൊക്കെ ഒന്ന് മാറണം. ചോർന്നൊലിക്കുന്ന വീട് മാറാനായിട്ട് ചോർന്നൊലിക്കുന്ന വീട്ടിൽ പാർക്കുമ്പോൾ ദൈവം അറിയാതെയാണോ അവിടെ പാർക്കുന്നത്?
ദൈവം അറിയാതെയാണോ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കുന്നത്? ഈ കീറിയ തുണി ഉടുത്തുകൊണ്ടിരിക്കുന്നത് ദൈവം അറിയാതെയാണോ? സൗരങ്ങളെ, ദൈവത്തിന് വളരെ പ്രിയങ്കരനായ ഒരു അപ്പോസ്തലനുണ്ട്, പേര് പൗലോസ് എന്നാ. അദ്ദേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം 2-3 മിഷൻ യാത്രകളൊക്കെ നടത്തി. ആ മിഷൻ യാത്രകളിലൊക്കെ വലിയ കഷ്ടങ്ങളൊക്കെ സഹിച്ചു. വലിയ കഷ്ടങ്ങളും കല്ലേറുകളും ഉപദ്രവങ്ങളും പട്ടിണി, പരിവട്ടം, പൈതാഹം എന്ന് വേണ്ട അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ സഹിച്ചു. ആ കാര്യങ്ങളെക്കുറിച്ച് 2-ാം മിഷണറി യാത്രയിൽ കടന്നു വന്ന് പരിചയപ്പെട്ട, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത കൊരിന്ത്യയിലെ വിശുദ്ധന്മാരോട് താൻ പറയുകയാണ്, പിന്നെ അതിൻ്റെ 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ ഇരുന്നു. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും. അന്നേരമാണ് നമ്മുടെ മൂവാറ്റുപുഴ 6-ന്റെ തീരത്തുള്ള ഉപദേശി പറയുന്നത്, പ്രോസ്പെരിറ്റി വേണ്ടേ, ഈ കീറിയ തുണി മതിയോ? ഇവിടെ കീറിയ തുണി പോലുമില്ല. എന്താ എഴുതിയിരിക്കുന്നത്? ഉടുപ്പാനില്ലാതെയും കീറിയതും കൂടെ ഇല്ലാത്ത അവസ്ഥയാണ് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. സവരങ്ങളെ മാറി ഉടുക്കാനില്ലെന്ന്, ഉണ്ടൊരെണ്ണം അതുമായിട്ടാണ് പോകുന്നത്. മാറി ഉടുക്കാൻ പാകത്തിന് മതിയായ വസ്ത്രം ഇല്ല. ആ സാഹചര്യത്തിൽ നമ്മുടെ മലയാളക്കരയിൽ നിന്ന് ഒരു കോളാമ്പി എന്ന് പറയുന്നത് തുപ്പുന്ന കോളാമ്പി അല്ല, മറ്റേ വലിയ ശബ്ദമുള്ളൊരു കോളാമ്പി മൂവാറ്റുപുഴ 6-ന്റെ തീരത്തുനിന്ന് അങ്ങ് കൊരിന്തിലേക്ക് തിരിച്ചു വെക്കാമായിരുന്നു 2-ാം മിഷൻ യാത്രയിലേക്ക് പോകുമ്പോൾ. അല്ലെങ്കിൽ ഇതൊരു 3-ാം മിഷൻ യാത്രയിൽ എഴുതിയതാണ് കൊരിന്ത് ലേഖനം. അപ്പം 3-ാം മിഷൻ യാത്രയിൽ എഫെസോസിലിരിക്കുമ്പോൾ എഫെസോസിലേക്ക് ആ കോളാമ്പി തിരിച്ചു വെച്ചിട്ട് അദ്ദേഹത്തോട് വേണേൽ ചോദിക്കാമായിരുന്നു, മിസ്റ്റർ പൗലോസ്, ഒരു പ്രോസ്പെരിറ്റി വേണ്ടേ താങ്കൾക്ക്? താങ്കളിങ്ങനെ മതിയായ വസ്ത്രമില്ലാതെയും പിന്നെ ഭക്ഷണമില്ലാതെയും കിടപ്പാടമില്ലാതെയും ഇങ്ങനെ എത്ര കാലം ശുശ്രൂഷയിൽ മുൻപോട്ട് പോകും? ഇങ്ങനെ എത്ര കാലം പോകും? ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണോ? ഇതൊരു ശപിക്കപ്പെട്ട അവസ്ഥയല്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നെങ്കിൽ അങ്ങനെ അവിടെ നിന്ന് ഗ്രീക്കിലായിരിക്കും മറുപടി പറയുന്നത്. അത് ഹീബ്രുവിലാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഹീബ്രുവിലോ ഗ്രീക്കിലോ ആയിരിക്കും പറയുന്നത്. സുറിയാനി പറയുമെന്നറിയില്ല. 2 കൊരിന്ത്യർ ലേഖനം എഴുതി പൂർത്തീകരിക്കുമ്പോൾ എന്തെന്നാ പറയുന്നത്? ഈ പറയപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ ശക്തനാകുന്നു എന്നാണ്. ഈ പറയപ്പെട്ട ബലഹീനതകളിലൂടെയും ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ ശക്തനാകുന്നു എന്ന് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഞാൻ കീറിയ തുണിയാണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ ഞാൻ ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നൊന്നും പൗലോസ് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പം സഹോദരങ്ങളെ, വളരെ ഗൗരവമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെയും അപ്പോസ്തലന്മാരെയും നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരും. ഇത് കൊണ്ടുവന്നിട്ടാണ് ക്രോസ് ചെക്ക് ചെയ്യാൻ വെക്കുന്നത്. ആ കാലഘട്ടത്തിലെ വിശുദ്ധന്മാരോട് ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്? ദൈവത്തിന് അവരോട് സ്നേഹമില്ലായിരുന്നോ? ദൈവം അവരെ സ്നേഹിക്കുന്നില്ലേ? നിശ്ചയമായും പൗലോസിനെ സ്നേഹിക്കുന്നുണ്ട്. അവരിങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം എന്തിനാണ് അനുവദിച്ചത്? ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണിതെല്ലാം. ദൈവത്തിൻ്റെ പദ്ധതികളെ ചോദ്യം ചെയ്യാൻ ആരുമല്ലെന്നേ. ദൈവത്തിൻ്റെ പദ്ധതികളെ ചോദ്യം ചെയ്യാൻ ആരുമല്ല. നമ്മെക്കുറിച്ചുള്ള വിളി എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ നട്ടം തിരിയാണ്. ഞാൻ ഇന്നലെ ഇന്നൊക്കെയായിട്ട് കുറേ സഹോദരങ്ങളോട് കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനിടയായി. കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗത്തെക്കുറിച്ച് ഫലപ്രദമായി അവരത് ഗ്രഹിച്ചിട്ട് മറുപടികൾ പറയുന്നില്ല. ഫലപ്രദമായ നിലയിൽ വലിയ സങ്കടത്തിലാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ സത്യം പറഞ്ഞിരിക്കുന്നത്. തുറന്നങ്ങ് പറയാം. വലിയ ഒരു ഖനം വെച്ച ഒരു മനസ്സുമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ദൈവമേ, ഞാൻ ഇത്രയും കാലം എന്തെല്ലാം അധ്വാനം ഈ പ്രിയപ്പെട്ടവരുടെ നടുവിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെക്കുറിച്ചും യേശുക്രിസ്തു എന്ന കർത്താവിനെക്കുറിച്ചും 2 വാക്ക് പറയാൻ പറഞ്ഞാൽ എത്ര പ്രസംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗത്തിലും അത് ഏതാണ്ട് ഭാഗികമായൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും തപ്പിത്തടഞ്ഞ് എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ തപ്പിത്തടഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞാൽ മതിയോ? അടുത്തൊരു തലമുറയ്ക്ക് ഈ ആത്മീയ സത്യങ്ങൾ, ഉപദേശ സത്യങ്ങളൊക്കെ കൈമാറേണ്ടവരല്ലേ നമ്മൾ? കൈമാറേണ്ടവരല്ലേ? നല്ല ബോധ്യങ്ങളുണ്ടായിരിക്കണ്ടേ? അതിനല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റവും താഴേക്കിടെ വന്നിട്ട് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇത്രയും നേരം പറഞ്ഞതൊക്കെ ശരാശരി കാര്യമാണെന്ന് തോന്നിയാൽ പോലും അത് നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. വിളിക്കപ്പെട്ട സ്ഥിതി, കുതിറി മാറി ഓടരുത്, ഷോർട്ട് കട്ടുകൾ എടുക്കരുത്, ബൈപ്പാസുകൾ തേടരുത്, ധനവാനാകാനുള്ള ശ്രമം
അമ്പേ പരാജയമായിരിക്കുമെന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ധനത്തിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ ഓർത്തുകൊള്ളുക ഗേഹസിയെ അറിയാവോ? അറിയില്ലെങ്കിൽ അടുത്ത ആഴ്ച സഭായോഗത്തിൽ പോകുമ്പോൾ പാസ്റ്ററോട് ചോദിക്കുക, പാസ്റ്ററെ കഴിഞ്ഞ ദിവസം ഗേഹസി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടു, അയാൾ ആരാണെന്നൊന്ന് ചോദിക്കുക. നിങ്ങളുടെ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ നല്ല നിലയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും, ഗേഹസി ആരെന്നുള്ളത്. അപ്പം നമ്മുടെ വിളിയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്ക് വേണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം മുൻപോട്ട് പോകേണ്ടത്. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാൻ ടാബർനാക്കലിൻ്റെ പിക്ചർ നിങ്ങളുടെ മുമ്പാകെ കാണിച്ചു. അത് കാണിച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവർക്കും അങ്ങനെ കാര്യമായി മനസ്സിലായില്ലെന്ന് ഒരു ഇത് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പിന്നെയും അത് എക്സ്പ്ലെയിൻ ചെയ്തു, അതിൻ്റെ പിക്ചറുകളൊക്കെ കാണിച്ചിട്ട്. പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെ ഒരുവനായ ദൈവം ഉദ്ധരിച്ച് തൻ്റെ രാജ്യത്തിൽ കൊണ്ടുവരുന്നു. അതിന് ഞാൻ അതിൻ്റെ പിക്ചർ കാണിച്ചിട്ട് ഞാനതിൻ്റെ പിക്ചർ കാണിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ, നിങ്ങൾക്ക് കാണാവോ? ഏതാണ്ട് കാണില്ലേ? ടാബർനാക്കലിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അത് വെച്ചിട്ട് നിങ്ങളങ്ങ് ഓർത്താൽ മതി. ഈ പാപത്തിൻ്റെ പടുകുഴി കിടന്ന മനുഷ്യരെ ഉദ്ധരിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിൽ കൊണ്ടുവരുന്നു. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പഠനത്തിൻ്റെ സൗകര്യത്തിനും ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നിഴലുകളായ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട് പഴയ നിയമത്തിൽ. അതിലേറ്റവും ഗംഭീരമായൊരു പഠനമാണ് സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിലെ പഠനം. മറ്റൊന്ന് ഇസ്രായേൽ മിസ്രൈം വിട്ട് ചെങ്കടൽ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്രയായ കാര്യം, അതൊരു പഠനശാഖയാണ്. അപ്പോൾ ഈ കൂടാരത്തിൻ്റെ പിക്ചർ കാണിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇങ്ങനെ വെളിയിൽ കിടക്കുന്ന മനുഷ്യരെ ദൈവരാജ്യത്തിൽ കൊണ്ടുവരുമ്പോൾ ആ കോമ്പൗണ്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നീട് അവർ ഒരിക്കലും പുറത്തേക്ക് പോകുന്നില്ല ആ കോമ്പൗണ്ടിൽ കയറിക്കഴിഞ്ഞാൽ. അപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലേ, ഇതിൻ്റെ ചുറ്റുമല്ലേ ഇസ്രായേൽ ജനം കടന്നത്? ഇസ്രായേൽ ജനം അതിൻ്റെ ചുറ്റുമാണ് കിടന്നത് പാളയമടിച്ച്. അതൊരു വാസ്തവം തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ഒരു പഠനത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ, ഈ പിക്ചറുകളൊക്കെ വെച്ചിട്ട് പറയുന്നത്. യഹൂദ ജനമാകട്ടെ വിജാതീയരാകട്ടെ എല്ലാവരും സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കടന്നു വരുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. ആ പിക്ചറിൽ കാണുന്ന പോലെ ആ വാതിൽ തുറന്ന് നേരെ കയറി വരുന്നത് ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടിലേക്കാണ്. അവിടെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷ നമ്മൾ അനുഭവിക്കുകയാണ്. അടുത്ത പടി പരിശുദ്ധാത്മാവ് നമ്മളെ വിശ്വാസ സ്നാനത്തിലേക്ക് നയിക്കുന്നു. അത് 6 മാസം കഴിഞ്ഞിട്ടൊന്നുമല്ല, ഇമ്മീഡിയറ്റ് സംഭവിക്കുകയാണ് ആ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ വിശ്വാസ സ്നാനത്തിലേക്ക് ഇമ്മീഡിയറ്റ് കടന്നു പോകുന്നു. അങ്ങനെ രക്ഷയും സ്നാനവും കഴിഞ്ഞ് നാം ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടിൽ, അതായത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആരംഭ ദിശയിൽ നിൽക്കുന്നു. അതിൻ്റെ ആരംഭ ദിശയിൽ അഥവാ ശൈശവാവസ്ഥയിൽ നിൽക്കുന്നു. ഇനിയൊരു വളർച്ചയുണ്ട്. അതിന് വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കണം. അങ്ങനെ ആ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് വിളിയാലുള്ള ആശ ഇന്നതാണെന്നൊക്കെ പതിയെ നമുക്ക് മനസ്സിലാകുകയാണ്. അതുപോലെ നമ്മെ ഉറപ്പിക്കുമാറ് ചില ബോധ്യങ്ങൾ, അതാണ് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലൂടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ പങ്കാളികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണമെന്നുള്ള ആ വലിയ വെളിപ്പാട്, ആ ബോധ്യങ്ങളൊക്കെ ഈ പാല് കുടിച്ച് പിന്നെ കട്ടിയായത് കഴിച്ച് നമ്മളിപ്പോൾ ഇവിടെ കട്ടിയായ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചില മനുഷ്യർക്കൊക്കെ കേൾക്കുമ്പോൾ അലോസരം തോന്നുന്നത്. അലോസരം തോന്നിയിട്ട് കാര്യമില്ല. വളരണമെങ്കിൽ, ബോധ്യങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ, മുന്നേറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ കട്ടിയായത് കഴിക്കണം, കട്ടിയായത് കേൾക്കണം. വിഷമം തോന്നിയാലും ഇരുന്ന് കേൾക്കണം, മടുപ്പ് തോന്നിയാലും ഇരുന്ന് കേൾക്കണം. ചിലപ്പോൾ കുറച്ച് സമയം നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോവും, ഒരു മടുപ്പ് തോന്നും, സാരമില്ല, ക്ഷമയോടെ കാത്തിരിക്കണം. അടുത്ത ഭാഗം പറഞ്ഞു വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ആഴത്തിൽ ഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കേൾക്കുക, ഗഹനമായ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തുടക്കം മുതൽ പാല് കൊടുക്കണം. ആ പാലിൽ ദൈവത്തെ ഓർത്ത് വെള്ളം ചേർക്കരുത്. അവിടെ ഗബ്രിയേലും മീഖായേലും ഇരുന്ന് ഈ സംഭവമൊക്കെ അളക്കും. പാലിൽ എന്തോരം വെള്ളം ചേർക്കുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ടും അളന്ന് തന്നെ കൈകാര്യം ചെയ്യും. അപ്പോൾ ധാരാളം വെള്ളം ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പാലിൽ പ്രയോജനം ഉണ്ടാകില്ല. വെള്ളം ചേർത്ത് കൊടുക്കുന്ന പാലിൽ അധികം പ്രയോജനം ലഭിക്കില്ല. അങ്ങനെ പ്രയോജനം ലഭിച്ചില്ലെങ്കിൽ ആൾ വളരില്ല, വളർച്ചയുണ്ടാകില്ല, അതായത് ഒരു മാന്ദ്യം ഉണ്ടാകും. അപ്പോൾ വളരണമെങ്കിൽ നല്ല പാല് തന്നെ
പ്യൂറായിട്ടുള്ള മിൽക്ക് തന്നെ കൊടുക്കണം. അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ആ വളർച്ചയിലേക്ക് പതിയെ പതിയെ വരികയാണ്. ഇതിനിടയിൽ തന്നെയാണ് പരിശുദ്ധാത്മാവ് നല്ല ബോധ്യങ്ങളെ നൽകുന്നതും ദൈവസന്നിധിയിൽ താണിരുന്ന് ആ സ്വർഗീയ ദാനങ്ങളെല്ലാം ഗിഫ്റ്റുകളൊക്കെ ആസ്വദിക്കുകയല്ലേ. പരിശുദ്ധാത്മ നിറവിലേക്ക് വരുന്നു. അങ്ങനെ ആത്മനിറവിൽ കൂടുതൽ ആഴത്തിൽ വചനം ഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുകയും അനുഭവിക്കുകയും ആത്മശക്തിയിൽ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഇനി മുന്നോട്ട് പറയാനുള്ളത്. ഇതെല്ലാം പറയുമ്പോൾ ഒരു വാക്യം കൂടെ വായിക്കാം. ലേവ്യ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. നിങ്ങളുടെ കരപൂർണ്ണ ദിവസങ്ങൾ കഴിയുവോളം തികയുവോളം നിങ്ങൾ 7 ദിവസത്തേക്ക് സമാധാന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. 7 ദിവസം അവൻ നിങ്ങൾക്ക് കരപൂർണ്ണം ചെയ്യും. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത അഹ്റോനോടും പുത്രന്മാരോടും ഒക്കെ ദൈവം സംസാരിക്കുന്ന ഭാഗമാണ്. അവരെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരികയാണ്. അതിനുള്ള അധ്യായമാണ് ലേവ്യ പുസ്തകം 8-ാം അധ്യായം. നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പൗരോഹിത്യ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ അതിലേക്ക് കൊണ്ടുവരുന്ന അധ്യായമാണത്. കരപൂർണ വിഷയം, കരപൂർണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കോൺസിഗ്രേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിന് മുകളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം 1 by 1 ആയിട്ട് അതൊക്കെ ചെയ്ത് അങ്ങനെ താഴേക്ക് വന്നു കഴിയുമ്പോഴാണ് 33-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ കരപൂർണ ദിവസങ്ങൾ തികയുവോളം നിങ്ങൾ 7 ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്. 7 ദിവസം അവൻ നിങ്ങൾക്ക് കരപൂർണം ചെയ്യും. അപ്പോൾ 7 ദിവസത്തേക്ക് കൂടാരത്തിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ പുറത്തു പോകാൻ പാടില്ല. 7 ദിവസത്തേക്ക്. നമ്മെ സംബന്ധിച്ച് നാം രക്ഷിക്കപ്പെട്ട ദൈവരാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതാവസാനം വരെ നാം ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടിലാണ്. ശരീരം കൊണ്ട് നമ്മൾ ഈ ഭൂമിയിലാണെങ്കിലും ആത്മാവിൽ നമ്മൾ ദൈവരാജ്യത്തിലാണ്. അവിടെ വിട്ട് നമുക്ക് പുറത്തു പോകാൻ കഴിയില്ല. അതാണ് ആ കോമ്പൗണ്ടിൽ വസിക്കുന്ന ഒരു വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അതാണ് ചില സഹോദരങ്ങൾക്ക് മനസ്സിലാകാതെ പോയത്. അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞതാണല്ലോ. ഇനി അതൊരു 6 മാസം കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർച്ചയില്ലെന്ന് തോന്നരുത്. ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഓർഡറിലോ സിസ്റ്റമാറ്റിക്കോ ഒന്നും ആയിരിക്കില്ല. ഇന്ന് പൊതുവായ പല കാര്യങ്ങളുമാണ് പറഞ്ഞു പോയത്. പൊതുവായ കാര്യങ്ങളാണ് പറഞ്ഞത്. ആ കൂട്ടത്തിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു കാര്യം വിശദീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൂടാരത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ എംപ്റ്റി പ്ലേസ്, അതായത് ആ തുറന്നു കിടക്കുന്ന, അതെ, ആ കൂടാരത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ ഓപ്പൺ പ്ലേസ്, മുടിശീലകളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ, അവിടെ നമ്മൾ നിൽക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു എന്ന ഒരു പ്രതീതിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വലിയൊരു കാഴ്ച കണ്ടിട്ടല്ലേ അകത്തേക്ക് കയറിയത്. യാഗപീഠത്തിലെ കാഴ്ച കണ്ടിട്ടാണ് അകത്തേക്ക് കയറിയത്. അടുത്തപടി വിശ്വാസ സ്നാനവും സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ പൗരോഹിത്യ ലിസ്റ്റിൽ നമ്മുടെ പേര് വന്നു കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേ പൗരോഹിത്യ ലിസ്റ്റിൽ പേര് വന്നു. ഇനി അകത്തേക്ക് കടക്കണമെങ്കിൽ, അഥവാ ആ പൗരോഹിത്യം പൂർത്തീകരിക്കണമെങ്കിൽ, അത് അനുഭവിക്കണമെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ തലയിൽ അഭിഷേകതൈലം വീഴണം. അഭിഷേകതൈലം വീഴാത്ത പുരോഹിതന്മാരെ കൂടാരത്തിനകത്തേക്ക് പ്രവേശിക്കരുതെന്നാണ് പറയുന്നത്. അത് നമ്മൾ പുതിയ നിയമത്തിൽ പറയുമ്പോൾ ഇവിടെ കൂടാരമൊന്നുമില്ല. അഭിഷേകതൈലം, പരിശുദ്ധാത്മ നിറവ് അനുഭവിച്ചുകൊണ്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഒരു മുന്നേറ്റത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ആത്മാവിലുള്ള ആരാധനയ്ക്ക്, ദൈവസന്നിധാനത്തിലേക്ക് അടുത്തു വരുവാനായിട്ട് നമ്മുടെ തലയിൽ അഭിഷേകതൈലം വീഴണം. അതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ മുൻപിലുണ്ട്. അപ്പോൾ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കീറിയ തുണിയാണ് ഉടുത്തിരിക്കുന്നത്. പിന്നെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ചോർന്നൊലിക്കുന്ന വീട്. അത് കണ്ടിട്ടാണ് പ്രസിദ്ധനായ പ്രസംഗകന് സങ്കടം വന്നിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ എന്ന് അദ്ദേഹമൊക്കെ ആഹ്വാനം ചെയ്തത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രസംഗിക്കുകയാണ്, ഇത്തിരി ഹാർഡാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ സഹോദരങ്ങളെ, ഈ കാര്യത്തിൻ്റെയൊക്കെ ആഴങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ത്രില്ലിൽ നിന്ന് മാറിപ്പോകില്ല. അതായത് ഈ അഭിഷേകതയിലും തലയിലേക്ക് വീണ് കഴിയുമ്പോൾ പിന്നീട് ആത്മാവിലുള്ള ആരാധനയിൽ ആത്മാവായ ദൈവത്തോട് ചേർന്ന് എന്താ പറയുക, ആ ആത്മസാന്നിധ്യം അനുഭവിക്കുകയല്ലേ. വെളിപ്പാടുകളുടെ കലവറയാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. ആഴമേറിയ ആത്മീയ അനുഭവങ്ങളിലേക്കാണ് നമ്മൾ ചുവടുവെക്കുന്നത്. അങ്ങനത്തെ ഒരു അനുഭവം. ഈ ഒരു വാസത്തെക്കുറിച്ചാണ് വായിച്ചത്. 7 ദിവസത്തേക്ക് പുറത്തു പോകാൻ പാടില്ലെന്ന്. നമ്മെ സംബന്ധിച്ച് 7 എന്ന് പറയുന്ന ആ സംഖ്യ കാണിക്കുന്നത് പൂർണ്ണതയാണ്. 7 എപ്പോഴും പൂർണ്ണതയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ മുഴുവൻ ആയുസ്സും
ഈ കോമ്പൗണ്ടിലായിരിക്കണം. ഈ കോമ്പൗണ്ടിൽ നിന്ന് ഇനി ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ പുറത്തു പോകുന്ന പുള്ളികളെയാണ് പിന്മാറ്റക്കാരെന്ന് വിളിക്കുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന ആ പിന്മാറ്റക്കാർ ഈ കോമ്പൗണ്ടിന് വെളിയിൽ പോയവരാ. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, അയ്യോ പാസ്റ്റർ പറയുന്ന പോലെ ആണെങ്കിൽ ഈ കോമ്പൗണ്ടിലുള്ള പലരുടെ കയ്യിലും പല തരികിട പരിപാടികളുണ്ടല്ലോ എന്ന്. അതിന് ഞാൻ പണ്ട് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇവർ ഈ കോമ്പൗണ്ടിൽ കയറി, അതായത് ഒരു പാപിയായ മനുഷ്യൻ സുവിശേഷം കേട്ടു, ക്രിസ്തുവിനെ കൈക്കൊണ്ടു, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. അതിനാണ് നമ്മൾ ഈ പിക്ചർ വെച്ച് ഗ്രഹിക്കാൻ പാകത്തിന് പറഞ്ഞത്. യെസ്, ഒരു മനുഷ്യൻ ഈ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നു. ഞാൻ പറഞ്ഞല്ലോ ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടാണെന്ന്. അങ്ങനെ ഇതിനകത്തേക്ക് കടന്ന ആ വ്യക്തി, അവൻ്റെ കാല് രണ്ടും ഇതിനകത്താണ്. അതേസമയം അവൻ്റെ കയ്യും തലയും വേണമെങ്കിൽ അവന് പുറത്തിടാം. കയ്യും തലയും പുറത്തിടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവരാജ്യത്തിന് ചേർന്നതായ ചിന്തകളല്ല അവൻ്റെ തലയിലൂടെ പോകുന്നത്, അവൻ്റെ പ്രവൃത്തികളും. തലയും കയ്യും ഒക്കെ കാണിക്കുന്നത് എന്താ? തല കാണിക്കുന്ന ചിന്തയാ, കൈ കാണിക്കുന്ന പ്രവൃത്തിയാ, കാല് കാണിക്കുന്ന നടപ്പിനെയാ. അവനിപ്പോൾ നിൽക്കുന്നത് ദൈവരാജ്യത്തിലാണ്. പറഞ്ഞു വന്നാൽ അങ്ങനെയാ, പറഞ്ഞു വന്നാൽ വലിയ ബന്ധുക്കോസുകാരനാ. അതേസമയം ആൾ ചിന്തിക്കുന്നതെല്ലാം വെളിയിലുള്ള ആളുകൾ ചിന്തിക്കുന്ന പോലെയാണ്. വെളിയിൽ എല്ലാ സൈസ് ആൾക്കാരും ഉണ്ട് കേട്ടോ. ഈ ഫെൻസിന്, ഈ വേലിക്ക് വെളിയിൽ ഈ ലോകത്തിലെ സമസ്ത മനുഷ്യരുണ്ട്. നാനാ ജാതി മതസ്ഥര്, മതം ഇല്ലാത്തവന്, എല്ലാ സൈസും ഇതിന് വെളിയിലുണ്ട്. അപ്പോൾ ആ വെളിയിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഇവരും ചിന്തിക്കുന്നത്. വെളിയിലുള്ള ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? വെളിയിലുള്ള ആളുകൾ ചിന്തിക്കുന്നത്, യെസ് നമുക്കൊരു ഇൻഷുറൻസ് എടുക്കണം. അമേരിക്കക്കാർ എന്നോട് കേട്ടിട്ട് കോപിക്കരുത്, നിങ്ങളുടെ കാര്യമല്ല, നിങ്ങൾ 2 മിനിറ്റ് നേരത്തേക്ക് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് എടുക്കണം. പിന്നെ ഒരു അതിൻ്റെ കൂട്ടത്തിൽ മെഡിക്കൽ സംബന്ധമായ ഇൻഷുറൻസ്, അങ്ങനെ ഒരു 2-3 ഇൻഷുറൻസ്, പിന്നെ എന്നാ ഒരു LIC, ഒരു നിക്ഷേപമൊക്കെ വേണ്ടേ. 3 പെൺപിള്ളേരാണ് വളർന്നു വരുന്നത്. അപ്പോൾ 3 പെൺപിള്ളേരാണ് വളർന്നു വരുന്നു എന്ന കാരണത്താൽ അതെന്തിനാ കെട്ടിച്ചു വിടണ്ടേ? അപ്പോൾ ചില്ലറകളൊക്കെ നമ്മൾ നിക്ഷേപിക്കണം, അങ്ങനെ കരുതി വെക്കണം. കരുതി വെച്ചിട്ട് നീ കെട്ടിക്കുമോ? പിന്നെ കെട്ടിക്കുന്നതിന് മുമ്പ് ഈ ആരോഗ്യത്തിൽ അങ്ങ് വരെ പോവോ? അതൊന്നും ഗ്യാരണ്ടി ഇല്ല. അങ്ങനെയാണെങ്കിൽ പെൺകൊച്ചുങ്ങളുടെ കല്യാണവും ദൈവം നടത്തില്ലേ? നിന്നെ ഈ പറഞ്ഞ കല്യാണ സമയം വരെ ആരോഗ്യത്തോടെ ഇരുത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ പെൺകുട്ടികളെ തന്ന ദൈവത്തിന് അതിനെ കെട്ടിച്ചു വിടാനും കഴിയുമെന്നേ. സങ്കടപ്പെടുന്ന എന്തിനാ സഹോദര? ഈ വെളിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്കൊരു പിതാവില്ല. താങ്കൾ അത് മനസ്സിലാക്കണം മിസ്റ്റർ പെന്തിക്കോസ്. ഈ വെളിയിലുള്ള ആളുകൾക്ക് ഒരു പിതാവില്ല, ഒരു സ്വർഗീയ പിതാവില്ല. അതുകൊണ്ട് അവർ അഴലും ഉഴലും പല കാര്യങ്ങളും അവർ ചിന്തിക്കും. താങ്കളും അതുപോലെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ അവരും താങ്കളും തമ്മിൽ എന്നാ വ്യത്യാസം? ഞാൻ അത്ഭുതത്തോടെ ഓർത്തു പോവുക. ഇസഹാക്കിനോട് അബ്രഹാം പറയുന്നൊരു കാര്യം, ഇസഹാക്ക് ചോദിക്കുന്നില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആട്ടിൻകുട്ടി എവിടെ ഡാഡി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡാഡി മറുപടി പറയാ, യഹോവ കരുതിക്കൊള്ളും മകനെ എന്ന്. യഹോവ കരുതിക്കൊള്ളും. അബ്രഹാം ആരാ? ന്യായപ്രമാണ യോഗക്കാരനാണോ? അയ്യോ, അതും കഴിഞ്ഞ് എത്ര കിലോമീറ്റർ താഴെയാ. മനസ്സാക്ഷി യോഗക്കാരനായ ഒരു അബ്രഹാം, സമാഗമന കൂടാരം എന്തെന്ന് കണ്ടിട്ട് പോലും ഇല്ലാത്ത മനുഷ്യൻ, സൂം മീറ്റിംഗ് ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത ഒരാളാണ് അബ്രഹാം. പിന്നെ യൂട്യൂബ് ചാനലുകൾ ഒന്നും കണ്ടിട്ടില്ല, അല്ലല്ലോ, യൂട്യൂബ് ചാനലുകളിൽ നിന്ന് പ്രസംഗം കേട്ടിട്ടില്ലാത്ത മനുഷ്യൻ അബ്രഹാം. ആ എബ്രഹാമാണ് തൻ്റെ സ്വന്തം മകനോട് പറയുന്നത്, യഹോവ കരുതിക്കൊള്ളും മകനെ എന്ന്. പക്ഷെ നമ്മുടെ ഈ മോസ്റ്റ് മോഡേൺ ഇറയിലുള്ള ആധുനിക പെന്തിക്കോസ്ത് അവർ പറയാണ്, യഹോവ കരുതുമോ എന്നൊക്കെ ചോദിച്ചാൽ കരുതുമായിരിക്കും, കരുതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളും കരുതണ്ടേ? നമ്മൾ ഒരു LIC അങ്ങ് എടുത്തേക്കാം, അതിനകത്ത് എന്താ അത്ര തെറ്റിരിക്കുന്നത്? നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കണം. പോകുന്ന വഴിക്ക് വല്ല ആക്സിഡൻറ്റുകളോ അല്ലെ ഓർക്കാപ്പുറത്താണോ ഒരു അറ്റാക്കൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. 2-3 ലക്ഷം രൂപയാണ് ഒരു ബൈപ്പാസൊക്കെ ചെയ്യണമെങ്കിൽ 5-6 ലക്ഷമൊക്കെ വേണ്ടി വരും. അപ്പോൾ ഒരു ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ മെഡിക്കൽ ട്രസ്റ്റ്, ആസ്റ്റർ മെഡിസിറ്റി, ഇവിടെയൊക്കെ ഭയങ്കര കാശാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കരുതുന്നു. പണ്ട് നമ്മൾ പാട്ട് പാടുന്നത് കരുതുന്ന ഒരുവനുണ്ടെന്ന് പറഞ്ഞാൽ പാട്ട് പാടിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ പാടാറില്ല. ഇപ്പം അങ്ങനെ നമ്മൾ പാടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം കരുതും. അപ്പോൾ ഇപ്പോൾ പലരും ചിന്തിക്കുകയായിരിക്കും, ഒരു ദീർഘവീക്ഷണം വേണ്ടേ, ഒരു ബുദ്ധി വേണ്ടേ, ഒരു കരുതൽ വേണ്ടേ, കിട്ടുന്നതെല്ലാം കത്തിച്ച് കളയുകയാണോ? അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ നിക്ഷേപിക്കാം, നിശ്ചയമായും. വീട്ടിൽ വെച്ചാൽ കള്ളം കൊണ്ടുപോകുന്നുള്ള ഗ്യാരണ്ടിയാണ്, ഇന്നത്തെ കാലമല്ലേ. അതിന് പകരം ഉറപ്പുള്ള ബാങ്ക്, പെന്തിക്കോസുകാരൻ്റെ NM സിൻഡിക്കേറ്റിലൊന്നും കൊണ്ടുപോയിട്ടിട്ട് മുടിഞ്ഞു പോകരുത്. അതിന് പകരം
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ നിർമ്മല സീതാരാമൻ്റെ ബാങ്ക് ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ ബാങ്കിലിട്ടോ, ഗ്യാരണ്ടി ഞാൻ തരാം, 1 രൂപ പോലും പോവില്ല. അവിടെ അങ്ങ് ഇട്ടേക്കുക, 5-6% പലിശ കിട്ടും. മറ്റത് 10-12 കിട്ടുന്നല്ലേ ഉള്ളൂ, ഇരട്ടി വേണ്ടെന്നേ. നമുക്കങ്ങനെ ഇരട്ടി വേണ്ട, ഇതവിടെ കിടക്കട്ടെ. കിട്ടുന്നത് നിങ്ങളത് അനാപത്തായിട്ട് കളയാതെ 500 രൂപയെങ്കിൽ 500 രൂപ, 1000 രൂപയെങ്കിൽ 1000 രൂപ, അത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി അവിടെ ഇടുക. അതല്ലെങ്കിൽ വേറൊരു സംവിധാനമുണ്ട്, അത് നമ്മുടെ നരേന്ദ്രമോദിയുടെ തന്നെയാണ്, പോസ്റ്റൽ സംവിധാനമാണ്. അവിടെയൊക്കെ കൊണ്ടുപോയി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഇൻഷുറൻസ് എന്നുള്ള നിലയിലല്ല, ഈ പൈസ കയ്യിൽ നിന്ന് ചോർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, അടച്ചുറപ്പുള്ളൊരു മേശ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കാം. അത്ര പോരെ സഹോദരങ്ങളെ. അപ്പം ഈ വെളിയിലുള്ളവർ ചിന്തിക്കുന്ന പോലെ ഇതിനകത്ത് നിൽക്കുന്നവൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഇതിനകത്ത് നിൽക്കുന്നവൻ സിയോൻ യാത്രക്കാരനാണ്. അവന് പാടാനുള്ള പാട്ടുകൾ കുറേ ഉണ്ടല്ലോ. സിയോൻ യാത്രക്കാർ പാടുന്ന പാട്ടുകളില്ലേ, ആ പാട്ടൊക്കെ പാടി അവൻ മുന്നോട്ട് പോവുക. അങ്ങനെ പോകുന്ന അവൻ എങ്ങനെയാണ് വെളിയിലേക്ക് നോക്കുന്നത്? സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ മറ്റൊരു കാഴ്ചയും കൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഒരുവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകത്തിൽ ദൈവകൃപയിൽ നിൽക്കുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഈ ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടിൽ അവൻ കടന്നു വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ അവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ വെളിയിൽ ഒത്തിരി ലൗഡ് സ്പീക്കറുകളുണ്ട്. പ്രോസ്പെരിറ്റി വേണ്ടേ, കീറിയ തുണി മാറ്റണ്ടേ, പിന്നെ എന്നാ ബംഗ്ലാവ് പണിയണ്ടേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രസംഗങ്ങൾ വെളിയിലുണ്ട്. അതേസമയം ഇവിടെ ഇതിനകത്ത് നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവനെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ. 7 ദിവസത്തേക്ക് കരപൂരണത്തോടുള്ള ബന്ധത്തിൽ 7 ദിവസം കഴിയാതെ ഇത് വിട്ട് പുറത്ത് പോകാൻ അഹരോൻ്റെ പുത്രന്മാർക്ക് അനുവാദമില്ല. യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരാണ് നാം ഓരോരുത്തരും. അവിടെ അഹരോനും പുത്രന്മാരും, ഇവിടെ യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ, അവൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ നാം ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും. അങ്ങനെ നമ്മൾ ഈ കോമ്പൗണ്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ മുൻപിൽ നേരെ കാണുന്ന ഒരു കൂടാരം പോലെ ഒരു ഭാഗമുണ്ട്, ഒരു കൂടാരം പോലെ അല്ലേ? ആ യാഗപീഠവും താമ്രത്തൊട്ടിയും കഴിഞ്ഞ് കാണുന്ന ആ കൂടാരമാണ് സഹോദരങ്ങളെ സഭയെന്ന് പറയുന്നത്. ആ കൂടാരമാണ് സഭ. ഇപ്പം ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്ന കൂടാരത്തിൽ നമ്മൾ പിന്നെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ഒടുക്കം കാണുന്നത് വെളിപ്പാട് 21-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലാണ്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആ കൂടാരത്തെ അന്ന് നമ്മളെങ്ങനെയാണ് വിളിക്കുന്നതെന്ന് അറിയാവോ? പണിതീർക്കപ്പെട്ട കൂടാരെന്ന്. ഇന്ന് പണിതുകൊണ്ടിരിക്കുന്ന കൂടാരം എന്നാണ് പറയുന്നത്. ഇപ്പോൾ സഭയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന കൂടാരമാണ് സഭ. അല്ലാതെ ഈ കോമ്പൗണ്ടിൽ കയറി എന്ന് പറഞ്ഞ് ഞങ്ങൾ സഭയായി തീർന്നു എന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ സഭയുടെ പണിയുടെ ഭാഗമായി തീർന്നിരിക്കുന്നു. ജനറലായിട്ട് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരെല്ലാം സഭയാണ്, അതങ്ങനെ തന്നെ പറയും. പക്ഷേ ഈ വിഷയത്തിൻ്റെ ആഴം പഠിച്ചു വരുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അതിങ്ങനെ ഫോൾഡറുകളെല്ലാം തുറന്ന് പറയും. അതെങ്ങനെയാണ് പറയുന്നത്? രക്ഷിക്കപ്പെട്ടവൻ ദൈവരാജ്യത്തിലേക്ക് വന്നിരിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് ഓരോരുത്തരും വന്നിരിക്കുന്നത് എന്തിനാ? സഭയാകാൻ വേണ്ടിയിട്ടാണ്. കീറിയ തുണി മാറ്റാനല്ല, പിന്നെ ചോർന്നൊലിക്കുന്ന വീട് മാറ്റാനല്ല ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്നും വേണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് മത്തായി 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. അതാണ് അവിടുത്തെ കാതലായ വിഷയം. അതോട് കൂടെ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. ആരോടാ പറയുന്നത്? ദൈവരാജ്യത്തിൽ വന്നവരോട്. അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിതമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന ഗൗരവമായൊരു വിഷയം നമ്മുടെ മുമ്പിൽ വരികയാണ്. ഇവിടെ നിൽക്കുന്ന ഈ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് വെളിപ്പെട്ട് കിട്ടണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നാം ഓരോരുത്തരും പണിയപ്പെട്ട് തൻ്റെ സഭയുടെ ഭാഗമാകുക എന്നുള്ളത്. വെളിപ്പാട് 21-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട കാഴ്ചയേ ഉള്ളത്. ഒന്ന്, തുടക്കത്തിൽ കാണുന്ന ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അതാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി മറ്റൊരു പിക്ചറോടെ കാണിക്കാൻ പറ്റുകയായിരുന്നെങ്കിൽ നമ്മൾ കാണിച്ചേനെ ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട് ഒരുങ്ങി വരുന്ന മനോഹരമായൊരു നഗരം ഇറങ്ങി വരുന്നൊരു കാഴ്ച. അങ്ങനെ ഒരു കാഴ്ചയും കൂടെ കാണിക്കും. അപ്പോൾ ആ കാഴ്ച, 2 കാഴ്ചകൾ മുൻപിലുണ്ട്. ഈ 2 കാഴ്ചകൾ കാണുമ്പോൾ ഇതിൻ്റെ ഭാഗമായി തീരണമെന്ന് ഒരുവന് ചിന്ത വന്നില്ലെങ്കിൽ, എൻ്റെ പൊന്നെ, പിന്നെ എന്നാ പെന്തിക്കോസാ? ഈ പ്രാകാരത്തിൽ നിൽക്കുന്ന ഒരുവന് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളും മോഹങ്ങളും ഒന്നും ഇല്ല. ചിലരോട് സംസാരിക്കുമ്പോൾ പറയുന്നതാ, നിങ്ങളൊക്കെ പുതിയ യെരുശലേമിൽ ഇരിക്കും, ഞങ്ങൾ ഈ ഉള്ള ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ പ്രാകാരത്തിലൊക്കെ ആണെങ്കിലും കഴിഞ്ഞു കൂടിക്കോളാം, ഞങ്ങളങ്ങ് പുതിയ ഭൂമിയിലൊക്കെ വന്ന് നിന്നോളാം. ഒരു എളിമയാണ് കേട്ടോ, അതൊക്കെ ഒരു എളിമയാണ്, ഒരു താഴ്മയാണ്. എല്ലാവർക്കും ഒന്നും ഉള്ളതല്ല അത് കുറേ പേർക്കൊക്കെ ഉണ്ട് അങ്ങനത്തെ ആ എളിമയും താഴ്മയും ഒക്കെ.
ഞങ്ങൾ അങ്ങനെ വലിയ പിടുത്തമൊന്നും പിടിക്കാൻ നോക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച്. അതൊക്കെ നിങ്ങളും പൗലോസും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ പിടിക്കുന്ന പറയുന്നത്. ഞങ്ങൾ സാധാരണ വിശ്വാസികളാണ്, ഞങ്ങൾ അത്രയൊന്നും പിടിക്കുന്നില്ല, വലിയ സ്വപ്നമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രാകാരത്തിൽ നിന്ന് ഇവൻ കാണുന്ന സ്വപ്നം എങ്ങനെയാണെന്നറിയാമോ? മുകേഷ് അംബാനിയുടെ വീടിൻ്റെ തൊട്ട് താഴെ വരെയുള്ള ഒരു ബംഗ്ലാവാണ് സ്വപ്നം കാണുന്നത്. പിന്നെ അങ്ങ് ജർമ്മനിയിലെ മെഴ്സിഡിസ് ബെൻസിൻ്റെ ഏറ്റവും പുതിയ സീരീസ്, അതൊക്കെയാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ ആ ബ്രദറെ അതിച്ചിരി കടന്ന പ്രയോഗമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ, സ്വപ്നം കാണുന്നതിന് കാശ് മുടക്കൊന്നുമല്ലോ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രയേ ഉള്ളൂ. ഈ ലോക കാര്യങ്ങളിൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നു, വരാൻ പോകുന്ന പരലോക കാര്യത്തിൽ ചെറിയ സ്വപ്നങ്ങൾ കാണുന്നു. തിരക്കേടില്ലാത്ത വിശ്വാസികളാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളവർ. ഇത്ര കൃത്യമായിട്ടാണ് ഒരു പിക്ചറൊക്കെ കാണിച്ചിട്ട് ഈ കാര്യങ്ങൾ സവിസ്തരം സഹോദരങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഈ പിക്ചറിൻ്റെ ചുറ്റും നോക്കിയാൽ ഈ മുഴു ലോകവുമാണ്. ഈ മുഴു ലോകത്തിൽ സകല മനുഷ്യരും പാപത്തിലാണ്. അതിനൊക്കെയുള്ള വാക്യങ്ങളൊക്കെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ലോകപ്രകാരം ജീവിക്കുന്ന മനുഷ്യർ ഈ ചുറ്റുമുള്ളപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നമ്മൾ വിശേഷപ്പെട്ട മനുഷ്യരാണ്. വിശേഷപ്പെട്ട മനുഷ്യർ. ഒരു കാര്യം കൂടെ അനുഗ്രഹത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. ഒറ്റ കാര്യമുണ്ട്, സമയം പോയെങ്കിൽ ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞേക്കാം. അതായത് നമ്മുടെ മലയാളക്കരയിൽ തിരുവിതാംകൂറിൽ പണ്ട് കാലത്ത്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ കുറേ കാലം മുമ്പ് അടിമ സമ്പ്രദായം തിരുവിതാംകൂറിലുണ്ടായിരുന്നു. മനുഷ്യനെ അടിമച്ചന്തയിൽ വിറ്റിരുന്നു. കോട്ടയത്തും പിന്നെ പറക്കോടും ചങ്ങനാശ്ശേരിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും മനുഷ്യരെ അടിമകളായിട്ട് വിറ്റിരുന്നു. അങ്ങനത്തെ ഒരു കാലമുണ്ട് കേട്ടോ, അങ്ങനത്തെ ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മുടെ മലയാളക്കരയിൽ മലങ്കരയുടെ മണ്ണിൽ ഒരു സൈഡിൽ ഒരു കാളയും മറു സൈഡിൽ ഒരു മനുഷ്യനെ നിർത്തിക്കൊണ്ട് പാടത്തിങ്ങനെ ഉഴുതുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ചിലർക്കൊക്കെ ഒരു പുതിയ അറിവായിരിക്കും. പുതിയ അറിവൊന്നും വേണ്ട, അങ്ങനെയൊക്കെ ആയിരുന്നു. വലിയ മേലാൾ കീഴാൾ സമ്പ്രദായങ്ങളും അയിത്ത സമ്പ്രദായങ്ങളും എന്ന് വേണ്ട, അങ്ങനെ ഒത്തിരി ഇടപാടുകളുണ്ടായിരുന്നൊരു നാടല്ലേ നമ്മുടെ നാട്. പിന്നെ ഭയങ്കരമായി നമുക്ക് പുകഴാൻ പാകത്തിന് ഒത്തിരി കാര്യങ്ങളൊക്കെ പഴയ ചരിത്രത്തിലുണ്ട്. എനിവേ, ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാനാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ഒരു സൈഡിലൊരു കാളയും ഒരു സൈഡിലൊരു മനുഷ്യനും അങ്ങനെ നിന്ന് ഉഴുതുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഉഴുതുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ഒരു മനുഷ്യൻ സന്ധിച്ച് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. ഈ ഉഴുതുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കോ ഈ കാര്യപരിപാടി കഴിഞ്ഞൊരു 4 മണി 5 മണി സമയത്തോ ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം ആഴത്തിൽ അദ്ദേഹം ഗ്രഹിച്ചു. ആ സുവിശേഷം അദ്ദേഹം കൈക്കൊണ്ടു. ആ പറഞ്ഞ സെയിം ഡേയിൽ തന്നെ അദ്ദേഹം ആ സുവിശേഷം കൈക്കൊണ്ടു. സുവിശേഷം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു അവൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നല്ലേ അർത്ഥം? പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് അവൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? ദൈവം തരുന്ന ആ ഗിഫ്റ്റ്, ആ നിക്ഷേപം, നിത്യജീവൻ എന്ന് പറയുന്ന ആ ഗിഫ്റ്റ് അവൻ്റെ ഉള്ളിലേക്ക് വന്നില്ലേ? അവൻ്റെ തൊഴിലെന്താ? അവൻ്റെ പാരമ്പര്യമോ അല്ലെങ്കിൽ അവൻ്റെ ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ എന്തെന്നൊക്കെ ചോദിച്ചാൽ അവനൊരു അടിമയാണ്. അവൻ നിലവൊഴുകുന്ന പ്രാകൃതമായൊരു അനുഭവത്തിലാണ് അവൻ സഞ്ചരിക്കുന്നത്. പ്രാകൃതമായൊരു അനുഭവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ അടുത്ത ദിവസം അവൻ വിശ്വാസ സ്നാനത്തിലേക്ക് വന്നു. പക്ഷേ അതിനടുത്ത ദിവസം അവൻ സെയിം ഈ പ്രോഗ്രാം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും അവൻ ഈ കലപ്പ അവൻ്റെ മുതുകത്തിരിക്കുന്നു, അവൻ ഉഴുതുകൊണ്ടിരിക്കുന്നു. ആ കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കി, അതിന് 2 ദിവസം മുമ്പ് അവൻ സുവിശേഷം കേട്ടു, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അടുത്ത ദിവസം അവൻ സ്നാനപ്പെട്ട് കർത്താവിനെ ധരിച്ചു, ക്രിസ്തുവിനോട് ചേർന്നു. അവൻ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി, ദൈവസഭയുടെ ഭാഗമായി, ആ പണിയുടെ ഭാഗമായി. വലിയ പ്രത്യാശ അവൻ്റെ ഉള്ളിൽ വന്നു. ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടവനാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ കേട്ടിരിക്കുന്ന ആളുകൾ എന്ത് മറുപടി പറയുമെന്ന് എനിക്കറിയില്ല. ചിലരെല്ലാം ഉറപ്പിച്ച് പറയും ഈ മനുഷ്യനെ അനുഗ്രഹിക്കപ്പെട്ടാന്ന്. പക്ഷെ നമ്മുടെ ഈ ചോദ്യം മലയാള പെന്തക്കോസ്റ്റ് ലോകത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അവർ പറയും ഒരിക്കലുമല്ല. എൻ്റെ ദൈവമേ, ആ മനുഷ്യൻ അടിമത്തത്തിലല്ലേ? ആ മനുഷ്യനിപ്പോൾ ഒരു മൃഗത്തിൻ്റെ കൂടെ ഉഴുതുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലല്ലേ ഏർപ്പെട്ടിരിക്കുന്നത്? ഒരു പ്രാകൃത അവസ്ഥയിലല്ലേ അദ്ദേഹത്തെ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് വിളിക്കാൻ പറ്റും? അതായിരിക്കും ഇന്നിൻ്റെ പെന്തക്കോസ്റ്റ് പറയുന്നത്. ഈ കാലഘട്ടത്തിലെ ദൈവമക്കൾ എല്ലാവരും അങ്ങനെയായിരിക്കും പറയാനായിട്ട് സാധ്യതയുള്ളത്. എന്നാൽ നമ്മളിവിടെ ഒരു തിരുത്തിക്കൊണ്ട് നമ്മുടെ ഈ മെസ്സേജ് ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. അദ്ദേഹം ആ കലപ്പ കൊണ്ട് ഉഴുതുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടല്ലോ. അദ്ദേഹം സുവിശേഷം കേട്ട് സുവിശേഷം കൈക്കൊണ്ട് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും അടുത്തപടി ക്രിസ്തുവിനെ തൻ്റെ കർത്താവുമായിട്ട് അംഗീകരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു. ഈ കോമ്പൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അഥവാ ദൈവരാജ്യത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നാൽ നിശ്ചയമായും അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ദൈവരാജ്യത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നാൽ നിശ്ചയമായും അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അനുഗ്രഹത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടു.
അപ്പോൾ കലപ്പ തോളത്ത് നിന്ന് മാറിയെന്ന് ചോദിച്ചാൽ കലപ്പയൊക്കെ അവിടെ ഇരിക്കും. അത് ബാഹ്യമായ ശരീരത്തിലാണ് കലപ്പയിരിക്കുന്നത്. ആത്മാവിൽ അവൻ ശുദ്ധീകരണം പ്രാപിച്ചു. ഇന്ന് അവൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ, നിയുക്ത മണവാട്ടി എന്ന നിലയിൽ അവൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. പിന്നെ കുഞ്ഞാടിൻ്റെ കാന്തയാകുവാനുള്ള ഒരുക്കം അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടവനല്ല, ശപിക്കപ്പെട്ടവനാണെന്ന് സുബോധമുള്ളൊരുത്തിന് പറയാൻ പറ്റുമോ? സുബോധമുള്ളൊരുത്തിന് പറയാൻ പറ്റുമോ? പിന്നെ ആ പറയപ്പെട്ട അവസ്ഥകൾക്ക് ഭേദം വരണ്ടേന്ന് ചോദിച്ചാൽ, നമ്മളാരുമല്ലല്ലോ ആ മനുഷ്യനെ സൃഷ്ടിച്ച ഒരുവനുണ്ടല്ലോ. ആ സൃഷ്ടാവിന് അറിയാൻ മേലാത്ത കാര്യമൊന്നുമല്ലല്ലോ ഇത്. സൃഷ്ടാവിന് അറിയാൻ മേലാത്ത കാര്യമല്ലല്ലോ. ആ മനുഷ്യൻ, ആ കലപ്പ പകലന്തിയോളം തോളത്തിരുന്ന മനുഷ്യൻ ഈ ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടിലിരിക്കുമ്പോൾ അദ്ദേഹം ആനന്ദിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അദ്ദേഹം സന്തോഷിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കാരണം എന്താ? അവൻ്റെ മുതുകത്തു നിന്നുള്ള നുകം, ഇപ്പോൾ ഇരിക്കുന്ന കലപ്പ ഈ ശരീരത്തിലാണ്. അതേസമയം പാപത്തിൻ്റെ നുകം അവൻ്റെ മുതുകിലുണ്ടായിരുന്നു. ആ നുകം അവൻ കുടഞ്ഞു കളഞ്ഞു. പുത്രൻ അവന് സ്വാതന്ത്ര്യം കൊടുത്തു. സ്വാതന്ത്ര്യം കൊടുത്ത പുത്രൻ തന്നെ അവനെ തൻ്റെ നിയുക്ത മണവാട്ടിയായിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണ്, അല്ലേ? അതിനുള്ള നിയോഗം അവന് കൊടുക്കുകയാണ്. അതെല്ലാം ഭാഗ്യപദവികളല്ലേ? ഇതെല്ലാം അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങളല്ലേ? ചിന്തിക്കാൻ വേണ്ടി എത്രയും പറഞ്ഞത്. വിശദമാക്കിയോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ എത്രത്തോളം ഗ്രഹിച്ചോ എന്ന് എനിക്കറിയില്ല. ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ ഗൗരവമായ കാര്യങ്ങളാണ്. ഈ അനുഗ്രഹം എന്നൊക്കെയുള്ള വിഷയത്തിൽ നിങ്ങളുടെ ചിന്താഗതി ഇന്ന് തന്നെ മാറണം. അങ്ങനെ മാറാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഒരുവന് സ്ഥാവര ജംഗമ വസ്തുക്കൾ ലഭിച്ചതോ അവൻ്റെ പാണ്ഡികശാലയിൽ ധാന്യവും മീഞ്ഞും വർദ്ധിച്ചതോ ഇതൊന്നുമല്ല അനുഗ്രഹത്തിൻ്റെ നിദാനം. അനുഗ്രഹം എന്ന് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവൻ ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് അനുഗ്രഹത്തിൻ്റെ ആരംഭമാണ്. അവൻ ഈ പ്രാകാരത്തിലേക്ക് കടന്നില്ലേ? ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആരംഭം കുറിച്ചില്ലേ? ഇനി അവൻ പണിയപ്പെട്ട് ഒരുക്കപ്പെട്ട 70 ഏറിയാൽ 80 ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഈ പറയപ്പെട്ട കൂടാരത്തിൻ്റെ ഭാഗമായി തീർന്ന് അതിനകത്ത് 48 പലക ഇരിപ്പുണ്ട് കേട്ടോ. ആ 48 പലക വിളിച്ചു പറയുന്നത് തന്നെ കുഞ്ഞാടിൻ്റെ കാന്തയാണത് വിളിച്ചു പറയുന്നത്. മനോഹരമായി അലങ്കരിക്കപ്പെട്ട് ഒരുക്കപ്പെട്ട് പൊൻ കസവ് കൊണ്ടുള്ള ചിത്രത്തയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച ആ മണവാട്ടിയാണ് ആ 48 പലക കാണിക്കുന്നത്. കാഹളം ധരിക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പൊങ്ങിപ്പോകും. ഈ കാണുന്ന ആ കോമ്പൗണ്ടാണ്, ആ ചുറ്റുമതിലിൻ്റെ അകത്ത് കാണുന്ന ആ കോമ്പൗണ്ട്, അതാണ് പുതിയ ഭൂമി. ആ പുതിയ ഭൂമി അങ്ങനെ തന്നെ ഓരോരുത്തൻ, നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? നിത്യതയിൽ ഓരോരുത്തൻ താൻ്റെ നിരയിലത്രേ. രക്ഷിക്കപ്പെട്ടവനും സ്നാനപ്പെട്ടവനും അഭിഷേകം പ്രാപിച്ചവനും പണിയപ്പെട്ടവനും ഒരുക്കപ്പെട്ടവനും എല്ലാം താൻ്റെ നിരയിലത്രേ. എല്ലാവരും ദൈവരാജ്യത്തിലാണ് വരുന്നത്. ദൈവരാജ്യത്തിൽ വന്നവർ ആ സമർപ്പണത്തിലാണെങ്കിൽ ഇങ്ങനത്തെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ചാടിത്തുള്ളി ഓടിപ്പോകുന്നവനൊക്കെ അങ്ങനെ തന്നെ നിൽക്കും പ്രാകാരത്തിൽ. അത്ര തന്നെ കേട്ടിട്ടും ബോറടിക്കാതെ അവസാനം വരെ യാഗപീഠത്തിലെ തീ കത്തുന്നിടത്തോളം കത്തട്ടെ, കെട്ടുപോകല്ലേ, അവസാനം വരെ കത്തട്ടെ എന്ന ചിന്താഗതിയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം മണിയപ്പെട്ട് ഒരുക്കപ്പെട്ട് കൂടാരത്തിൻ്റെ ഭാഗമാകും. അതായത് കുഞ്ഞാടിൻ്റെ കാന്തയായി തീരുമെന്ന്. ഭാഗ്യാവസ്ഥയല്ലേ? ഇതാണ് അനുഗ്രഹത്തിൻ്റെ അവസ്ഥ. അതല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ നോക്കിയാൽ നിങ്ങളെല്ലാം ശപിക്കപ്പെട്ടവരാ മുകേഷ് അംബാനിയുടെ മുമ്പിൽ, അല്ലേ? ബിൽ ഗേറ്റ്സിൻ്റെ മുമ്പിൽ നിങ്ങളൊക്കെ ആരാ? ഒന്നുമല്ല. പക്ഷേ നമ്മൾ പറയുകയാണ് അവരെല്ലാം ശാപത്തിലാണ്. അവരൊക്കെ ശപിക്കപ്പെട്ട മനുഷ്യരാണ്, ശാപത്തിലാണ്. നാമാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. കാരണം നാം ക്രിസ്തുവിനെ കണ്ടെത്തി, സൃഷ്ടാവിനെ കണ്ടെത്തി, നിയുക്ത മണവാളനെ കണ്ടെത്തി. നമ്മുടെ കല്യാണം വരുന്നു, കുഞ്ഞാടിൻ്റെ കല്യാണം വരുന്നു. കാന്തയെ ഒരുക്കം പൂർത്തീകരിക്കുക. നിന്റെ ഒരുക്കം എത്രത്തോളമായെന്ന് ഒരാത്മപരിശോധന നടത്തിക്കൊണ്ട് ഇന്ന് നമുക്ക് പിരിയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.